السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള എലിക്സീർ എന്ന ഗ്രന്ഥത്തിൽ അടുത്ത ഭാഗം മൻസിലത്തു തവക്കുൽ, തവക്കുലിന്റെ മൻസിലത്താണ്. അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഒരടിമ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഒരടിമ ജീവിതത്തിൽ തെളിയിക്കേണ്ട വ്യത്യസ്ത മൻസിലത്തുകളിൽ അടുത്തത് തവക്കുലിനെ പറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞ ദർസുകളിൽ ഇസ്തിഖാമത്തും ഇഖ്ലാസും പോലെയുള്ള മർത്തബകൾ, മൻസിലത്തുകൾ നമ്മൾ പറയുകയുണ്ടായി. മൻസിലത്തു തവക്കുൽ. قال الله تعالى, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ മാഇദയിലെ 23-ാമത്തെ ആയത്തിൽ, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. വഖാല അൻ അസ്ഹാബി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികളെ പറ്റി പറയുകയുണ്ടായി. സൂറത്ത് ആലി ഇംറാനിലെ 173-ാമത്തെ ആയത്തിൽ, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. യുദ്ധത്തിന് ശേഷം തളർന്നിരിക്കുന്ന, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സന്ദർഭത്തിലും ശത്രുക്കൾ ഇതാ ഒരുമിച്ച് കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ പറഞ്ഞ വാക്കാണ്, അവരുടെ ഈമാൻ വർദ്ധിക്കുകയും അവർ പറയുകയും ചെയ്തു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവനത്രേ. وفي الصحيحين في حديث 70,000 الذين يدخلون الجنة بغير حساب, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന 70,000 ആളുകളെ പറ്റിയുള്ള ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വലാ യക്തവൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ, അവർ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാത്തവരാണ്. വലാ യതതയ്യറൂൻ, അവർ പക്ഷിയെ വെച്ച് ശകുനം നോക്കാത്തവരാണ്. വലാ യക്തവൂൻ, കൈ ചെയ്യാത്തവരാണ്, കരിക്കൽ ചികിത്സ നടത്താത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിന്റെ മേലെ തവക്കുൽ ചെയ്യുന്നവരാണ് എന്നുള്ളത്. അഥവാ ഈ റുഖിയ അതുപോലെ തന്നെ കൈ ഒക്കെ ഒരു നിലക്ക് അനുവദിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതുപോലും ഒഴിവാക്കുന്നവരാണ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്, അതിനുവേണ്ടി അവർ ആവശ്യപ്പെടുകയില്ല എന്ന നിലക്ക് ഒന്ന് കാണാം. വഫി സഹീഹൈൻ, അതുപോലെ തന്നെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന ഒരു ദുആയിൽ കാണാം, അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ ഞാൻ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു, വബിക ആമൻതു, നിന്നിൽ വിശ്വസിക്കുന്നു, വഅലൈക തവക്കൽതു, നിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നു, വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുന്നു, വബിക ഖാസംതു, നിന്നെ കൊണ്ട് ഞാൻ ദീനിനെതിരായിട്ടുള്ളവരോട് സംസാരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക്, അല്ലാഹുവേ നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തി ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല. അൻ തുദില്ലനി, നീ എന്നെ വഴികേടിലാക്കുന്നതിനെ തൊട്ടാണ് ഞാൻ രക്ഷ തേടുന്നത്. അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്, നീ മരണമില്ലാതെ എന്നെന്നും ജീവിക്കുന്നവനാണ്. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്ന് വർഗവും മനുഷ്യവർഗവും മരണപ്പെടും. ഈ ഹദീസിലും വഅലൈക തവക്കൽതു, നിന്റെ മേലെ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. وفي الترمذي عن عمر رضي الله عنه مرفوعا, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു മാജ എല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. ലൗ അന്നകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങളെങ്ങാനും അല്ലാഹുവിന്റെ മേലെ ഹഖ്ഖു തവക്കുൽ ചെയ്യുന്നവരാണ് എങ്കിൽ, ലറസഖകും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് റിസ്ഖ് നൽകുന്നത് പോലെ നിങ്ങൾക്ക് റിസ്ഖ് നൽകപ്പെടും. പക്ഷികൾ അവർക്ക്
ശമ്പളമോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനുള്ള ചരക്ക് അതിന്റെ ലാഭം കിട്ടാനോ ഒന്നുമില്ല. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന, രാവിലെ വെറും വയറ്റിൽ അവർ കാലി വയറിൽ പുറത്തേക്ക് പോകുന്നു, വൈകുന്നേരം അവർ ഭക്ഷണം ലഭിച്ച് അവർക്കുള്ള ധാന്യങ്ങളും മറ്റും എവിടെന്നെങ്കിലും എല്ലാം ലഭിച്ച് അവർ വയറ് നിറഞ്ഞവരായിട്ട് മടങ്ങി വരുന്നു. അപ്പോൾ തവക്കുലിന്റെ ഒരു ഹഖീഖത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. وفي السنن عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنس بن مالك رضي الله عنه ذكرنا ഒരു ഹദീസ് മൻ ഖാല യഅനി ഇദാ ഖറജ മിൻ ബൈതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയുകയാണ് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ചലനശേഷിയോ കഴിവോ ഇല്ല. യുഖാലു ലഹു, അവനോട് പറയപ്പെടും, ഹുദീത വകുഫീത വവഖീത, നീ ഹിദായത്തിലാക്കപ്പെട്ടിരിക്കുന്നു, നിനക്കിത് മതിയായതാണ്, നീ സംരക്ഷിക്കാൻ ലഭിക്കപ്പെട്ട അവസ്ഥയിലായിട്ടുണ്ട്. ഫയഖൂലു ശൈത്താനു ലിശൈത്താനിൻ ആഖർ, മറ്റൊരു ശൈത്താൻ മറ്റൊരു ശൈത്താനോട് പറയും, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വഖിയ, ഹിദായത്തിലാക്കപ്പെട്ട അവന് എല്ലാവരും സംരക്ഷണവും നൽകപ്പെട്ടിട്ടുള്ള ഒരുവനെ അവന്റെ മേലെ നിനക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നൊരു ശൈത്താൻ മറ്റൊരു ശൈത്താനോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഈ ഹദീസുകളെല്ലാം തവക്കുലിന്റെ പ്രാധാന്യത്തെയും തവക്കുൽ ചെയ്യണം എന്നുള്ളതിനെയും പറ്റി ഓർമ്മപ്പെടുത്തുന്ന ഹദീസുകളാണ്. ധാരാളം ഹദീസുകളും ആയത്തുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ആമുഖമായിക്കൊണ്ട് ഈ ഹദീസുകൾ കൊടുത്തു എന്ന് മാത്രം. ഇനി തവക്കുലുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ചർച്ച ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നടത്തുന്നുണ്ട്. തവക്കുലിന്റെ ദറജകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്താണ് തവക്കുലിന്റെ യാഥാർത്ഥ്യം, അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്താണ് എന്നെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തവക്കുലു നിസ്ഫുദ്ദീൻ, തവക്കുൽ എന്നുള്ളത് ദീനിന്റെ പകുതിയാണ്. വനിസ്ഫുഹു അത്താനി അൽ ഇനാബ, അതിന്റെ മറ്റേ പകുതി എന്നുള്ളത് ഇനാബത്താണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക, വരവേൽപ്പിക്കുക. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ ചെയ്തും സൽക്കർമ്മങ്ങൾ ചെയ്തും അള്ളാഹുവിലേക്ക് മടങ്ങുക. ഈ രണ്ടെണ്ണമാണ് ദീനിന്റെ രണ്ട് പകുതികൾ. ഫൈന ദീന ഇസ്തിആനത്തുൻ വഇബാദത്തുൻ, ദീൻ എന്ന് പറഞ്ഞാൽ സഹായം തേടലും അള്ളാഹുവിനോട് സഹായം തേടലും അള്ളാഹുവിനെ ആരാധിക്കലുമാണ്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് വന്നിട്ടുള്ളത് പോലെ. വതവക്കുലു ഹുവൽ ഇസ്തിആന, തവക്കുൽ എന്നുള്ളത് ഇസ്തിആനത്തും വൽ ഇനാബത്തു ഹിയൽ ഇബാദ, അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുക എന്നുള്ളത് ഇനാബത്തുമാണ്. ഇനാബത്ത് എന്നുള്ളത് ഇബാദത്തുമാണ്. വമൻസിലത്തുഹു ഔസഉൽ മനാസിൽ വഅജ്മഉഹാ, തവക്കുലിന്റെ മൻസിലത്ത് എന്നുള്ളത് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വിശാലമായ അല്ലെങ്കിൽ അതിന്റെ ഒരു എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മൻസിലത്താണ്. വലാ തസാലു മഅ്മൂറതൻ ബിന്നാസിലീൻ, ഈ അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ആളുകൾ അവർ എല്ലാവരും ഈ തവക്കുലിന്റെ ഈ മൻസിലത്തിൽ എത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതിലില്ലാതെ ആളുകൾക്ക് ഒരിക്കലും അള്ളാഹുവിലേക്കുള്ള യാത്ര പരിപൂർണമാക്കാൻ സാധിക്കുകയില്ല. ലിസഅതി മുതഅല്ലഖി തവക്കുൽ വകസ്റതി ഹവായിജിൽ ആലമീൻ, ഇവിടെ ഈ മൻസിലത്ത് എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് തവക്കുൽ, പ്രത്യേകിച്ചും അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നവർ. കാരണം ആ തവക്കുലുമായിട്ടുള്ള ബന്ധത്തിന്റെ ആ വിശാലത കാരണത്താലും വകസ്റതി ഹവായിജിൽ ആലമീൻ, ഭൂമിയിലുള്ള ആളുകൾക്ക് അതിലേക്കുള്ള ആവശ്യകതയുള്ളതിനാലും, അഥവാ ഏതൊരു സൃഷ്ടിയാവട്ടെ തവക്കുലിലേക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ആവശ്യക്കാരാണ്. ഉമൂമി തവക്കുൽ, തവക്കുൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആമായൊരു തവക്കുലുണ്ട്, അഥവാ ഖാസായി മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു തവക്കുലിനപ്പുറത്തേക്ക് ആമായിട്ടുള്ള പൊതുവായി എല്ലാവർക്കുമുള്ള ഒരു തവക്കുലുണ്ട്. വവുഖൂഇഹി മിനൽ മുഅ്മിനീന വൽ കുഫാർ, ആ തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുഅ്മിനീങ്ങളും കുഫാറുകളും അതിലുണ്ടാകും, അവർക്കും ഈ തവക്കുൽ ഉണ്ടാകും. ആമായിട്ടുള്ളത് കേട്ടോ, നമ്മൾ സാധാരണ ആയത്തുകളിലും ഹദീസുകളും പറയുന്ന ആശയത്തിലല്ല, മൊത്തമായിട്ട് അള്ളാഹുവിന്റെ കാര്യം പരമേൽപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഇലാഹിൽ തന്റെ കഴിവിനപ്പുറത്തേക്ക് ഒരാളിൽ ആശ്രയിക്കുക എന്നുള്ളത്. വൽ അബ്റാരി വൽ ഫുജ്ജാർ, പുണ്യം ചെയ്യുന്ന ആളുകളാവട്ടെ തെമ്മാടികളായി ജീവിക്കുന്നവരാവട്ടെ, വത്വൈരി വൽ വഹ്ശി വൽ ബഹായിം, പക്ഷികളാവട്ടെ വന്യമൃഗങ്ങളാവട്ടെ അല്ലാത്ത മൃഗങ്ങളാവട്ടെ, ഫഹ്ലുസ് സമാവാതി വൽ അർള് അൽ മുകല്ലഫൂന വഗൈറുഹും, ആകാശഭൂമികളിലുള്ള എല്ലാ സൃഷ്ടികളും, അത് വിചാരണ ചെയ്യപ്പെടുന്ന ജിന്ന് മനുഷ്യവർഗങ്ങളാവട്ടെ അതല്ലാത്ത മലക്കുകളാവട്ടെ ബാക്കിയുള്ള ജന്തു ജീവജാലങ്ങളാവട്ടെ, ഫി മഖാമി തവക്കുൽ, അവർക്കെല്ലാം ആമായിട്ടുള്ള തവക്കുലിന്റെ മഖാമ് അവർക്ക് ആവശ്യമാണ്, അവരതിലുണ്ടാകും. വൈൻ തബായന മുതഅല്ലിഖു തവക്കുലിഹിം, അവരുടെ ഈ തവക്കുലിന്റെ ബന്ധം, അതിന്റെ ആ ശക്തി അത് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു നിലക്കൊരു തവക്കുൽ ആവശ്യമാണ്.
فأولياؤه وخاصته متوكلون عليه في حصول ما يرضيه منهم. ഇവിടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആളുകൾ, മുഅ്മിനീങ്ങൾ, അവർ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ അത് നേടിയെടുക്കാനാണ്. ഫീ ഇഖാമത്തിഹി ഫിൽ ഖൽഖ്, അതുപോലെ തന്നെ സൃഷ്ടികളിൽ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അതുപോലെ കാര്യങ്ങൾ. ഫയതവക്കലൂന അലൈഹി ഫിൽ ഈമാൻ, ഇങ്ങനെയുള്ള ആളുകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മുഅ്മിനീങ്ങൾ, അവരെല്ലാം ഈമാനിന്റെ വിഷയത്തിൽ അള്ളാഹുൽ ഭരമേൽപ്പിക്കും. അഥവാ നമ്മുടെ ഈമാൻ നിലനിർത്തണം, അത് തെറ്റിപ്പോകരുത് എന്ന നിലക്കുള്ള ഈമാനികമായിട്ടൊരു തവക്കുൽ. വനുസ്റത്ത് ദീനിഹി, അള്ളാഹുവിന്റെ ദീനിന്റെ സഹായത്തിന്റെ വിഷയത്തിൽ. വഇഅലാഇ കലിമാതിഹി, അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്തുന്നതിന്റെ വിഷയത്തിൽ. വജിഹാദി അഅദാഇഹി, അള്ളാഹുവിന്റെ ശത്രുക്കളുമായി ജിഹാദ് ചെയ്യുന്ന വിഷയത്തിൽ. വഫി മഹാബിഹി വതൻഫീദി അവാമിരിഹി, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്ന വിഷയത്തിലൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പ്രത്യേകമായി അള്ളാഹുൽ ഭരമേൽപ്പിക്കും. വദൂന ഹഉലായി, ഇനി ഈ കൂട്ടരല്ലാത്ത ആളുകൾ വേറൊരു തരത്തിൽ, അല്ലെങ്കിൽ ഇതല്ലാത്ത തരത്തിലൊരു തവക്കുൽ. വമൻ യതവക്കലു അലൈഹി ഫി ഇസ്തിഖാമതിഹി ഫി നഫ്സിഹി, വേറെ ചില ആളുകൾ അവരുടെ നഫ്സ്, അവരുടെ സ്വന്തം, അഥവാ ആദ്യത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ മൊത്തം ദീനിനു വേണ്ടിയിട്ട് ഈമാനികമായതിനു വേണ്ടി തവക്കുൽ ചെയ്യുന്നവർ. ഇനി വേറെ ചില ആളുകൾ അവരുടെ സ്വന്തം നഫ്സിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അള്ളാഹുൽ അത് നേരെ ചൊവ്വയാകണമെന്ന നിലക്ക് നിലനിൽക്കുന്ന ആളുകൾ. വഹിഫ്ദി ഹാലിഹി മഅല്ലാഹ്, അള്ളാഹുമായിട്ടുള്ള അവരുടെ ബന്ധം അത് കാത്തു സംരക്ഷിക്കാൻ വേണ്ടി തവക്കുൽ ചെയ്യുന്നവർ. ഫാരിഗൻ മിനന്നാസ്, എന്ന മറ്റുള്ള ജനങ്ങളെ പോലെ അല്ലാതെ. വദൂന ഹഉലായി, ഇതല്ലാത്ത മറ്റു ചിലർ തവക്കുൽ ചെയ്യുന്നത്. മൻ യതവക്കലു അലൈഹി ഫീ മഅലൂമിൻ യനാലുഹു മിൻഹു, അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കേണ്ട അറിയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി. ഏതുപോലെ മിൻ റിസ്ഖിൻ ഔ ആഫിയത്തിൻ, ഉപജീവനത്തിന്റെ മേലെ തവക്കുൽ ചെയ്യുന്നവർ, ആഫിയത്തിന്റെ മേലെ തവക്കുൽ ചെയ്യുന്നവർ. ഔ നസ്രിൻ അലാ അദുവിൻ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ശത്രുവിനെതിരെ സഹായത്തിന് വേണ്ടി തവക്കുൽ ചെയ്യുന്നവർ. ഔ സൗജത്തിൻ ഔ വലദിൻ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി. വനഹ്വി ദാലിക, അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന. അഥവാ തവക്കുൽ വ്യത്യസ്ത തരത്തിൽ ആളുകൾ ചെയ്യും. ചിലർ ഈമാനിന് വേണ്ടി, മൊത്തം ദീനിന്റെ സഹായത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്, മറ്റുള്ള കാര്യം നോക്കാതെ. മറ്റു ചിലർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവർക്ക് നേടിയെടുക്കേണ്ട ആവശ്യങ്ങൾ, അവരുടെ റിസ്ക്, വിവാഹം, സന്താനങ്ങൾ, കച്ചവടം, ലാഭം, ആരോഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്. വദൂന ഹഉലായി, ഇതല്ലാതെ മറ്റു ചിലർ മയതവക്കലു അലൈഹി ഫീ ഹുസൂലി മാ ലാ യുഹിബ്ബുഹു വയർദാഹു മിനദ്ദുൽം, മറ്റു ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത, തൃപ്തിപ്പെടാത്ത കാര്യങ്ങളുടെ മേലെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരുണ്ട്. അഥവാ തെറ്റ് ചെയ്യാൻ വേണ്ടി, പാപങ്ങൾ ചെയ്യാൻ വേണ്ടി, അങ്ങനെ ആ നിലക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയൊക്കെ അള്ളാഹുൽ ഒരു നിലക്ക് തവക്കുൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ദീനിയായ നമ്മൾ സാധാരണ പറയുന്ന തവക്കുലിന്റെ അർത്ഥത്തിലല്ല. അള്ളാഹുവിൽ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളുടെ സ്വത്ത് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കാൻ, അതിലും ഒരു തരത്തിൽ അള്ളാഹുവിനെ ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ദുൽമ് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളുണ്ട്. വൽ ഉദ്വാൻ, അതുപോലെ തന്നെ പക, വിദ്വേഷമായി തീർക്കാൻ വേണ്ടി. വഹസൂലിൽ ഇസ്മി വൽ ഫവാഹിഷ്, എന്തെങ്കിലും പാപങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും മ്ലേച്ഛതകൾ നേടിയെടുക്കാൻ വേണ്ടി. ഫൈന അസ്ഹാബ ഹാദിഹിൽ മതാലിബ് ലാ യനാലൂനഹ ഗാലിബൻ ഇല്ലാ ബിസ്തിആനതിഹിം ബില്ലാഹ്, ഈ ആളുകൾ തന്നെ, ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെ, അവർക്ക് ഈ കാര്യം നേടാൻ സാധിക്കില്ല അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടല്ലാതെ. അതായത് അവർ, ചില ആളുകൾ തെറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചില ഹറാമുകൾ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ അതിനുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഇത് കിട്ടുന്നുള്ളത്. വതവക്കുലിഹിം അലൈഹി, ഒരു നിലക്ക് അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട്. ഇപ്പോൾ ഒരാൾ കട്ടെടുക്കാൻ തീരുമാനിച്ചു, അപ്പോൾ വീട്ടിലാരും അറിയില്ല, അവരൊന്നും അറിയാതെ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ, അതൊരു തരത്തിൽ ഇലാഹിലുള്ള തവക്കുലാണ് എന്ന നിലക്കാണ് ഉദ്ദേശിക്കുന്നത്. ബൽ ഖദ് യകൂനു തവക്കുലുഹും അഖ്വാ മിൻ തവക്കുലി കസീർ മിൻ അസ്ഹാബി തആത്ത്. ഇനി ചില ആളുകളെ നോക്കുകയാണെങ്കിൽ ഈ കൂട്ടരെ, അഥവാ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന തവക്കുല് ചിലപ്പോൾ അള്ളാഹിനെ അനുസരിക്കുന്ന ആളുകളെക്കാൾ ശക്തമായ തവക്കുലായിരിക്കും. അള്ളാഹ് എന്തായാലും ഒരു തെറ്റ് ചെയ്യാൻ അള്ളാഹ് സഹായിക്കും എന്നുള്ള ദൃഢമായ ഒരു ബോധ്യത്തിലൊക്കെ തവക്കുൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. ഇത് അത്ഭുതമൊന്നുമല്ല, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ولهذا يلقون انفسهم في المتالف المهالك, അങ്ങനെ അവർ നാശത്തിലും നഷ്ടത്തിലുമായിട്ട് അവരെ സ്വന്തത്തിനെ കൊണ്ടുപോയിടും. മുഅ്തമിദീന അലല്ലാഹ് അൻ യുസല്ലിമഹും വയുദഫിറഹും ബിമതാലിബിഹിം, അവർ ചെയ്യുന്ന തെറ്റുകളുടെ മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സംരക്ഷിക്കും, അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ അല്ലാഹുവിനെ ആശ്രയിച്ച് സ്വന്തത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയിടുന്ന ആളുകളാണ് ഇക്കൂട്ടർ.
എന്നിട്ട് പറയുകയാണ് ഫഅഫ്ളു തവക്കുൽ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത നിലത്ത് ആളുകൾ തവക്കുൽ ചെയ്യുന്നവരുണ്ട്. മൊത്തം ഇസ്ലാമിന്റെ വിഷയത്തിൽ തവക്കുൽ ചെയ്യുന്നവരുണ്ട്, വ്യക്തിപരമായ വിഷയത്തിൽ തവക്കുൽ ചെയ്യുന്നവരുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ തവക്കുൽ ചെയ്യുന്നവരുണ്ട്, തെറ്റ് ചെയ്യാൻ വേണ്ടി തവക്കുൽ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിലുണ്ട്. എന്നിട്ട് ഈ തവക്കുലിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അത്തവക്കുൽ ഫിൽ വാജിബി, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. യാനി വാജിബൽ ഹഖ് വ വാജിബൽ ഖൽഖി വ വാജിബൻ നഫ്സ്. 3 തരത്തിലുള്ള വാജിബാത്തുകളാണ് മനുഷ്യനുണ്ടാവുക. ഒന്ന് വാജിബുൽ ഹഖ്. വാജിബുൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഹഖ് അള്ളാഹുവിനോടുള്ള നിർബന്ധമായ കടമകൾ. വാജിബൽ ഖൽഖ് സൃഷ്ടികളോടുള്ളത്. വാജിബൻ നഫ്സ് സ്വന്തത്തിനോടുള്ളത്. ഇങ്ങനെയുള്ള നിർബന്ധമായ കാര്യങ്ങളിൽ തവക്കുൽ ചെയ്യലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. വഔസഉഹു വഅൻഫഉഹു അത്തവക്കുൽ ഫി തഅസീർ ഫിൽ ഖാരിജ് ഫി മസ്ലഹത്തിൻ ദീനിയ. ഇതിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത്, ഏറ്റവും മഹത്തരമായിട്ടുള്ളത്, ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ ലാഭം നേടാൻ സാധിക്കുന്ന ലഭ്യതയുള്ള തവക്കുൽ എന്ന് പറഞ്ഞാൽ ദീനിയായിട്ടുള്ള മസ്ലഹത്തുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ നിലക്കുള്ള തവക്കുലാണ്. പുറത്തുള്ള മറ്റുള്ള കാര്യങ്ങളല്ലാതെ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എനിക്ക് ഇന്ന ഇബാദത്തുകൾ ചെയ്യണം, ഇന്ന സൽക്കർമ്മങ്ങൾ ചെയ്യണം, ഇന്ന അതുപോലെയുള്ള കാര്യങ്ങൾ. ദീനിയ അല്ലെങ്കിൽ ദീനിനെ ഫസാദാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ, ഇന്ന പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി തവക്കുൽ ചെയ്യുക. വഹുവ തവക്കുൽ അംബിയാ ഫി ഇഖാമത്തി ദീനില്ലാ. ഈ തരത്തിലുള്ള തവക്കുൽ അഥവാ ദീന് സംരക്ഷിക്കാനും ദീന് ഫസാദാകുന്നതിന് ഒഴിവാകാനും, സ്വന്തത്തിലാവട്ടെ മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിലാവട്ടെ, അങ്ങനെയുള്ള തവക്കുൽ എന്നുള്ളത് അമ്പിയാക്കൾ ദീന് നിലനിർത്താൻ വേണ്ടി നടത്തിയ തവക്കുലാണ്. ഫസാദിൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദാക്കുന്ന ആളുകളെ പ്രതിരോധിക്കാൻ പോലുള്ള കാര്യങ്ങൾ. വഹാദാ തവക്കുൽ വറസതിഹിം. ഈ തവക്കുൽ അഥവാ ദീനിയായ നിലക്ക് ഇസ്ലാമിന് വേണ്ടി വ്യക്തിപരമായിട്ടും മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിലായിട്ടുള്ള ഈ തവക്കുല് അമ്പിയാക്കളുടെ പിൻഗാമികളുടെ തവക്കുലാണ്. സുമ്മന്നാസു ബഅദു ഫി തവക്കുലി അലാ ഹസബി ഹിമമിഹിം വ മഖാസിദിഹിം. അതിനുശേഷമുള്ള ആളുകൾ, അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ തവക്കുൽ അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടാനുള്ള ആ തവക്കുലാണ്. അതിൽ പ്രധാനം അവന്റെ ദീന് സംരക്ഷിക്കപ്പെടാനാണ്. അതാണ് അമ്പിയാക്കളുടെ തവക്കുൽ. അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ ആ തവക്കുൽ നിലനിർത്തും. എന്നിട്ട് പറയാം, അതിനുശേഷം ആളുകൾ തവക്കുലിന്റെ വിഷയത്തിൽ ഓരോ ആളുകളുടെയും ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, ഓരോ ആളുകൾക്കും ഓരോ ചിന്തകളും ഉദ്ദേശങ്ങളും ഉണ്ടാവും. ചില ആളുകൾ ഭൗതികമായ കാര്യങ്ങളുടെ മേലെ മാത്രം തവക്കുൽ ചെയ്യും, ചില ആളുകൾക്ക് അവരവർക്ക് നേട്ടമുള്ളതിന്റെ മേലെ മാത്രം തവക്കുൽ ചെയ്യും. അവരുടെ ഉദ്ദേശം അനുസരിച്ചിട്ടാണ്. ഫമിൻ മുതവക്കിലിൻ അലല്ലാഹി ഫി ഹസൂലിൽ മുൽക്ക്. ചില ആളുകൾ വലിയ ആധിപത്യം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻ മുതവക്കിലിൻ ഫി ഹസൂലി റഗീബ്. ചില ആളുകൾ ഒരു റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി തവക്കുൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അതായത് അവരുടെ ഉദ്ദേശം എത്രയാണോ, അവരുടെ ഹിമ്മത്ത് എത്രയാണോ അതിനനുസരിച്ച് തവക്കുൽ ചെയ്യുക. ചില ആളുകൾ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തവക്കുൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും തവക്കുൽ ചെയ്യുന്നുണ്ടാവും. അത് ആളുകൾ വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. വമൻ സദഖ തവക്കുലുഹു അലല്ലാഹി ഫീ ഹുസൂലി ഷൈഇൻ നാലഹു. എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിൽ ഒരാളുടെ തവക്കുൽ സത്യമായിട്ടുണ്ട് എങ്കിൽ, സത്യസന്ധമായ പരിപൂർണമായിട്ടുണ്ട് എങ്കിൽ, ഫഇൻ അവൻ അത് നേടിയെടുക്കും, അവനത് നേടിയെടുക്കാൻ സാധിക്കും. ഫൈൻ കാന മഹ്ബൂബൻ ലഹു മർളിയൻ കാനത് ലഹു ഫിൽ ആഖിബത്തുൽ മഹ്മൂദ. ഇനി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ അതിന്റെ പര്യവസാനം ഏറ്റവും നല്ലതായിരിക്കും. അതായത് ഒരു മനുഷ്യൻ നന്മ ചെയ്യാനാവട്ടെ തിന്മയാവട്ടെ, നല്ലൊരു കാര്യമാവട്ടെ തെറ്റൊരു കാര്യമാവട്ടെ, അവൻ അത് നേടിയെടുക്കാൻ വേണ്ടി ഏറ്റവും പരിപൂർണമായ നിലക്ക് തവക്കുൽ ചെയ്യാന്ന് വിചാരിക്കുക. ഈ തവക്കുൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിനെ ആശ്രയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അഥവാ നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് ഒരു കഴിവിന്റെ മേലെ ആശ്രയിക്കുന്ന അവസ്ഥ, അതാണ് അവിടെ ഉദ്ദേശം. അപ്പോ ഒരാൾ ഒരു നല്ലൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാണ്? ആശ്രയിക്കാൻ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ. ഒരാൾ ഒരു തെറ്റായിട്ടുള്ള ഹറാമായിട്ടൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാണ്? ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയും കിട്ടുമെന്ന് നടക്കുമെന്നുള്ള നിലക്ക് വെക്കാൻ. രണ്ടാണെങ്കിലും അവനത് നേടിയെടുക്കാൻ സാധിക്കും, അവനത് നേടിയെടുക്കും. അത് ആ തവക്കുലിൽ എത്ര സിദ്ഖുണ്ടോ, ആ തവക്കുലിൽ എത്ര സത്യസന്ധമാകുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ സാധാരണ പറയുമല്ലോ നിഫാഖൻ ഖാലിസൻ, നിഷ്കളങ്കമായ നിഫാഖ്. അതുപോലെ ഒരു പ്രയോഗമാണത്. നിഫാഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇഖ്ലാസിനെതിരാണ്. പക്ഷെ അത് പറയുന്നത് എന്താ? അവൻ നിഫാഖിൽ നിഷ്കളങ്കനായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ
അപ്പോ ആ തവക്കുൽ ചെയ്യുന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടുന്ന ഒരു കാര്യമാണ് എങ്കിൽ അതിന്റെ പര്യവസാനം ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള നല്ലതായിരിക്കും. വൈൻ കാന മസ്ഖൂതൻ മബ്ഗൂദൻ കാന മാ ഹസലഹു ബിതവക്കുലിഹി മദറതൻ അലൈഹി. ഇനി അള്ളാഹുവിന് വെറുക്കുന്ന, അള്ളാഹുവിന് കോപമുള്ള ഒരു കാര്യത്തിന്റെ മേലെയാണ് അവൻ തവക്കുൽ ചെയ്തത്, അല്ലെങ്കിൽ അതിനാണ് അള്ളാഹുവിനെ അവൻ ആശ്രയിച്ചതെങ്കിൽ അതിന്റെ അവസാനം ഏറ്റവും മോശപ്പെട്ട, അവന് ദോഷമുണ്ടാക്കുന്ന അവസ്ഥയായിരിക്കും. വൈൻ കാന മുബാഹൻ, ഇനി നല്ലതുമല്ല ചീത്തതുമല്ല, അഥവാ ഹലാലുമല്ല ഹറാമുമല്ല, മുബാഹ അനുവദനീക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ഹസലത്ത് ലഹു മസ്ലഹത്തു തവക്കുലി ദൂന മസ്ലഹത്തി മാ തവക്കല ഫീഹി, അവന് ആ തവക്കുൽ ചെയ്തുകൊണ്ടുള്ള നേട്ടം കിട്ടും. അതായത് അവൻ ആ തവക്കുൽ ചെയ്തു എന്നുള്ളതിന്റെ നേട്ടം അവനുണ്ടാകും. അവൻ എന്തിന്റെ മേലാണ് തവക്കുൽ ചെയ്ത് അതിന്റെ നേട്ടത്തിനേക്കാൾ. ഇല്ലം യസ്തഇൻ ബിഹി അലാ തആതിഹി, ഇനി ആ കാര്യം അവൻ തവക്കുൽ ചെയ്ത് അനുവദിക്കപ്പെട്ട ഒരു കാര്യം കിട്ടിയല്ലോ, ആ കാര്യം കൊണ്ട് അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനനുസരിക്കുന്ന കാര്യത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവൻ അതിന്റെ ഉപകാരം ഉണ്ടാവും. അതല്ല എങ്കിൽ തവക്കുൽ ചെയ്തു എന്നൊരു നേട്ടം ഉണ്ടാവും. തവക്കുൽ ചെയ്ത് കിട്ടിയത് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ അത് മുബാഹാണ്. അത് അവൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ ഗുണവും ദോഷവും അവനുണ്ടാവുക. അപ്പോ നല്ല കാര്യങ്ങൾക്ക്, ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി തവക്കുൽ ചെയ്താൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തവക്കുൽ ചെയ്താൽ അതിന്റെ അവസാനം നന്നായിരിക്കും. ഹറാമായ കാര്യങ്ങൾക്ക് ആണ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ അവസാനം അവന് ദോഷമുള്ളതായിരിക്കും. മുബാഹാണ് എന്നുള്ളതെങ്കിൽ ആ തവക്കുൽ ചെയ്തു എന്നുള്ള നേട്ടം അവനുണ്ടാകും. ആ കിട്ടിയ കാര്യം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു അനുസരിച്ചാണ് അവന് നേട്ടവും ദോഷവും ഉണ്ടാവുക. മനസ്സിലാക്കേണ്ടത്, ആ തവക്കുലിൽ സിദ്ഖുണ്ടെങ്കിൽ, സത്യസന്ധമായ ഒരു തവക്കുലാണ് എന്നുണ്ടെങ്കിൽ, ഒരു കാര്യത്തിന്റെ മേലെ മനുഷ്യൻ അടിമ അവൻ ആ രീതിയിൽ ഒരു കാര്യത്തിന്റെ മേലെ ലക്ഷ്യം വെച്ച് അവൻ മുന്നേറുകയാണ് എങ്കിൽ തവക്കുലിന്റെ യാഥാർത്ഥ്യത്തിൽ അതിന്റെ അസ്ബാബുകൾ സ്വീകരിക്കലുണ്ട്. അതാണ് എങ്കിൽ അവനത് നേടിയെടുക്കാൻ സാധിക്കും. അത് ആ തവക്കുലിന്റെ സിദ്ഖാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഖാല ഇമാം അഹ്മദ് റഹിമഹുല്ലാ, ഇമാം അഹ്മദ് പറഞ്ഞത് കാണാം, തവക്കുൽ അമലുൽ ഖൽബ്, തവക്കുൽ എന്നുള്ളത് ഖൽബിന്റെ പ്രവർത്തനമാണ്. വസുഇല യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ, യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, മതാ യകൂനു റജുലു മുതവക്കിലൻ, എപ്പോഴാണ് ഒരു വ്യക്തി തവക്കുൽ ചെയ്യുന്നവനാവുക? ഫഖാല ഇദാ റളിയ ബില്ലാഹി വകീല, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭരമേൽപ്പിക്കാനുള്ള ഒരാളായിട്ട് എപ്പോഴാണ് തൃപ്തിപ്പെടുന്നത്, അതായത് ഭരമേൽപ്പിക്കാൻ അള്ളാഹു മതി, വക്കീൽ അള്ളാഹു ആണ് എന്ന നിലയ്ക്ക് തൃപ്തിപ്പെടുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുത്തവക്കിലാവുക. വമിൻഹും മൻ യുഫസ്സിറുഹു ബിസ്സിഖതി ബില്ലാഹ് വതുമഅനീനതി ലഹു വസ്സുകൂൻ ഇലൈഹി, മറ്റു ചിലർ അതിനെ വിശദീകരിച്ചത് അള്ളാഹുവിലുള്ള ദൃഢത, അള്ളാഹുവിലുള്ള ദൃഢമായ ഒരു വിശ്വാസമാണ്, വതുമഅനീനതി ലഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് സമാധാനം കൊള്ളുന്ന ശാന്തമായി അടയുന്ന അവസ്ഥക്കാണ് തവക്കുൽ എന്നും വിശദീകരിച്ച് കാണാം. قال الذنون المصري رحمه الله, ذنون المصري رحمه الله പറഞ്ഞു, هو ترك تدبير النفس, തവക്കുൽ എന്ന് പറഞ്ഞാൽ സ്വന്തത്തിന്റെ കൺട്രോളിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അഥവാ എന്റെ കൺട്രോളിലാണ് ഈ കാര്യങ്ങൾ, ഞാനാണ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന നിലക്കുള്ള സ്വന്തത്തിന്റെ കൺട്രോൾ അങ്ങോട്ട് ഒഴിവാക്കുക. വലിൻഖിലാഉ മിനൽ ഹൗലി വൽ ഖുവ്വ, സ്വന്തം കഴിവും ശക്തിയിൽ നിന്ന് ഒഴിവാവുക. എന്റെ കഴിവോ എന്റെ ശക്തിയോ കൊണ്ടല്ല, എന്റെ കൺട്രോളും നിയന്ത്രണം കൊണ്ടല്ല, ഇത് അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനാണ് തവക്കുൽ. വാജിമഉൽ ഖൗമി അലാ അന്ന തവക്കുൽ ലാ യുനാഫി അൽ ഖിയാം ബിൽ അസ്ബാബ്, ഇവിടെ ഈ ഉമ്മത്ത് ഏകോപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും തവക്കുൽ എന്താകുന്നില്ല, അസ്ബാബുകളെ, കാരണങ്ങളെ ഉപയോഗിക്കുക, കാരണങ്ങളെ പ്രവർത്തിക്കുക ചെയ്യുക എന്നുള്ളതിനെതിരാകുന്നില്ല. ബൽ ലാ യസിഹു ഇല്ലാ മഅൽ ഖിയാം ബിഹാ, പക്ഷേ ആ അസ്ബാബുകളെ ഉപയോഗിച്ചാലല്ലാതെ ആ തവക്കുൽ ശരിയാവുകയില്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് അസ്ബാബുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതല്ല, അസ്ബാബുകളെ ഉപയോഗിക്കാതെ തവക്കുൽ ശരിയാവുകയില്ല. എവിടെയാണ് അസ്ബാബുകൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് വരുന്നുണ്ട്. വഇല്ലാ ഫഹുവ ബതാലത്തുൻ വതവക്കുലുൻ ഫാസിദുൻ, അസ്ബാബുകളില്ലാതെ തവക്കുൽ ചെയ്യുക എന്നുള്ളത് ഫാസിദായ തവക്കുലും ബാത്തിലായിട്ടുള്ള ഒരു പ്രവർത്തനവുമാണ്, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. വഹഖീഖത്തുൽ അംർ, ഇനി ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന തവക്കുല ഹാലുൻ മുറക്കബത്തുൻ മിൻ മജ്മൂഇ ഉമൂരിൻ, തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചേർന്നുകൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അഥവാ ഖൽബിൽ അള്ളാഹുവിൽ ആശ്രയിക്കണം, അതുപോലെ അസ്ബാബുകൾ ഉണ്ടാകണം, അതുപോലെ ഓരോ കാര്യങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ് തവക്കുൽ. ലാ തതിമ്മു ഹഖീഖത്തു തവക്കുൽ ഇല്ലാ ബിഹാ, അതുകൊണ്ട് തന്നെ അതെല്ലാം ചേരാതെ തവക്കുൽ ശരിയാവുകയില്ല. ദറജാത്തു തവക്കുൽ, അടുത്തത് പറയുന്നത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തവക്കുലിന്റെ ദറജകളാണ്. 8 ദറജകൾ
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിൽ പറയുന്നുണ്ട്, ഓരോന്നും ഒന്നിനേക്കാൾ മെച്ചപ്പെട്ട് ഏറ്റവും പരിപൂർണമായ അവസ്ഥ അവസാനത്തിൽ കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, ഗൗരവത്തിൽ ചിന്തിക്കേണ്ട 8 ദറജകളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. فأول ذلك അതിലൊന്നാമത്തെ ദറജ എന്ന് പറഞ്ഞാൽ മഅരിഫത്തുൻ ബിർറബ്ബി വസിഫാതിഹി من قدرته وكفايته وقيوميته وانتهاء الأمور إلى علمه. معرفة بالرب وصفاته അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത് തവക്കുലിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. എങ്ങനെ? അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അറിയുക. എങ്ങനെയുള്ള വിശേഷങ്ങൾ? മിൻ ഖുദ്റത്തിഹി, അള്ളാഹുവിന്റെ കഴിവ് എത്രത്തോളമാണ്, വകിഫായത്തിഹി, അള്ളാഹു മതിയായവനാണ് എന്ന നിലക്ക്, വഖയ്യൂമിയത്തിഹി, അള്ളാഹു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ് എന്ന നിലക്ക്, വഇൻതിഹാഇൽ ഉമൂരി ഇലാ ഇൽമിഹി, ഏത് കാര്യമാവട്ടെ അതിന്റെ അവസാനം അള്ളാഹുവിന്റെ അറിവിലേക്കാണ് മടങ്ങുന്നത്, അതിനപ്പുറത്തേക്ക് ഒരു വഴിയില്ല എന്നതിലേക്ക്. വസുദൂരിഹ അൻ മശീഅത്തിഹി വഖുദ്റത്തിഹി, അതുപോലെ തന്നെ ഏതൊരു കാര്യം അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാലും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടേ നടക്കൂ എന്നുള്ള നിലക്ക്. വഹാദിഹിൽ മഅരിഫത്തു അവ്വലു ദറജത്തിൻ യളഉ ബിഹൽ അബ്ദു ഖദമഹു ഫി മഖാമി തവക്കുൽ. തവക്കുൽ ചെയ്യണമെങ്കിൽ അടിമ വെക്കുന്ന ആദ്യത്തെ കാല് ഈ ദർജയിലാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണമെങ്കിൽ ഒരടിമക്ക് ആദ്യം ബോധ്യപ്പെടേണ്ട കാര്യം അള്ളാഹുവിന്റെ നാമങ്ങളും ഈ പറഞ്ഞ ആശയത്തിലുള്ള വിശേഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോഴാണ് തവക്കുലിന്റെ ആദ്യത്തെ പടി അവൻ വെക്കുന്നത്. അദ്ദറജത്തു സാനിയ, രണ്ടാമത്തെ ദറജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ബാത്തുൽ അസ്ബാബി വൽ മുസബ്ബബാത്ത്, കാരണങ്ങളെയും കാര്യങ്ങളെയും സ്ഥിരപ്പെടുത്തുക. അഥവാ ഒരു കാര്യം നടക്കാൻ അല്ലാഹു തആല ഇവിടെ കാരണങ്ങളെ വെച്ചിട്ടുണ്ട്, ആ കാരണങ്ങൾ ആവശ്യമാണ് ആ കാര്യം നടക്കാൻ എന്നുള്ള നിലക്കുള്ള സ്ഥിരപ്പെടുത്തുക. വതവക്കുലു മിൻ അഅ്ലമിൽ അസ്ബാബി അല്ലതി യഹ്സുലു ബിഹൽ മത്ലൂബ്, തവക്കുൽ എന്നുള്ളത് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ സബബാണ്. അഥവാ ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ സബബാണ് തവക്കുൽ എന്നുള്ളത്. വയന്തഫിഉ ബിഹൽ മക്റൂഹ്, ആ തവക്കുൽ കൊണ്ട് അവന് ബാധിക്കുന്ന ദോഷങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നു. ഫമൻ അൻകറൽ അസ്ബാബ ലം യസ്തഖിം മിൻഹു തവക്കുൽ, ഒരാൾ കാരണങ്ങളെ നിഷേധിക്കുകയാണ് എങ്കിൽ, അസ്ബാബുകളെ നിഷേധിക്കുകയാണ് എങ്കിൽ അവൻ തവക്കുൽ നേരെയാക്കിയിട്ടില്ല, അവന് തവക്കുൽ നേരെ ചൊവ്വയല്ല. വലാകിൻ മിൻ തമാമി തവക്കുൽ ആദമു റുകൂനി ഇലൽ അസ്ബാബ്. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തവക്കുലിന്റെ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ബാബിലേക്ക് ആശ്രയിക്കാതിരിക്കുക, പൂർണ്ണമായി അസ്ബാബുകളിലേക്ക് മാത്രം തിരിയാതിരിക്കുക, കാരണങ്ങളിലേക്ക് മാത്രം തിരിയാതിരിക്കുക എന്നുള്ളതാണ് തവക്കുലിന്റെ പരിപൂർണത. വഖത്ഇ അലാഖത്തിൽ ഖൽബി ബിഹാ, ഏതും വേണം, ആ കാരണങ്ങളേക്ക് തിരിയരുത്, ഖൽബ് അതുമായി ബന്ധപ്പെടുകയും ചെയ്യരുത്. ഖൽബ് അതുമായിട്ട് ആശ്രയിച്ച് ബന്ധപ്പെട്ട് കിടക്കാത്ത ഒരവസ്ഥയിൽ അസ്ബാബുകൾ ഉപയോഗിക്കുക. ഫയകൂനു ഹാലു ഖൽബിഹി ഖിയാമുഹു ബില്ലാ ലാ ബിഹാ, അവന്റെ ഖൽബിന്റെ അവസ്ഥ അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും. അഥവാ പൂർണ്ണമായും അള്ളാഹുവിൽ മാത്രമേ ആശ്രയം ഉണ്ടാവുള്ളൂ, ബന്ധം ഉണ്ടാവുള്ളൂ. വഹാലു ബദനിഹി ഖിയാമുഹു ബിഹാ, എന്ന ശരീരത്തിന്റെ അവയവങ്ങളുടെ അവസ്ഥയോ കാരണങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. അതായത് ഒരാൾ ഒരു ജോലി ചെയ്യുന്നു, അവന് റിസ്ക് കിട്ടണം, ഭൗതികമായിട്ട് അവന് റിസ്ക് കിട്ടുന്നു, അവൻ ചെയ്യുന്നു. പക്ഷെ ഒരു യഥാർത്ഥ തവക്കുൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ജോലി എടുക്കുന്നത് അവന്റെ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അവന്റെ ഉപജീവനത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഖൽബ് അള്ളാഹുവിൽ മാത്രം ആശ്രയിച്ചായിരിക്കും. ഏത് കാര്യത്തിനും അങ്ങനെ ആയിരിക്കണം, ഏത് കാര്യത്തിനും അങ്ങനെ ആയിരിക്കണം. അപ്പോ അതാണ് തവക്കുലിന്റെ യാഥാർത്ഥ്യം. അസ്ബാബുകളിലേക്ക് അവൻ പൂർണ്ണമായി തിരിയുകയില്ല, അവന്റെ ഖൽബ് ബന്ധപ്പെടുകയില്ല. എന്നാൽ ബാഹ്യമായിട്ട് അവയവങ്ങൾ കൊണ്ട് അത് ഉപയോഗിക്കും. എന്നാൽ ഖൽബ് അള്ളാഹു തവക്കുൽ ചെയ്തതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ദർജ. ഒന്നാമത്തേത് അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കുക. രണ്ടാമത്തേത് സബബുകളെയും മുസബ്ബബാത്തുകളെയും കാരണങ്ങളെയും കാര്യത്തിനെയും സ്ഥിരപ്പെടുത്തുക. അത് തമ്മിൽ ബന്ധമുണ്ട്, വേണം എന്നുള്ള നിലക്ക് ഉണ്ടാവുക. പക്ഷെ ഖൽബ് ഒരിക്കലും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല. അദ്ദറജത്തു സാലിസ, തവക്കുലിന്റെ മൂന്നാമത്തെ ദർജ എന്ന് പറഞ്ഞാൽ റുസൂഹുൽ ഖൽബി ഫീ മഖാമി തൗഹീദി തവക്കുൽ, തവക്കുലിന്റെ തൗഹീദിൽ ഖൽബ് ഉന്നതമായ അവസ്ഥയിലെത്തുക, ഒരു സ്ഥിരപ്പെട്ട ഉറച്ച അവസ്ഥയിലാവുക. തവക്കുലിന്റെ തൗഹീദിൽ, തവക്കുൽ ചെയ്യുന്നതിൽ ഒരു തൗഹീദുണ്ട്. തൗഹീദ് നമുക്കറിയാം, തവക്കുൽ നമുക്കറിയാം. തവക്കുലിൽ ഒരു തൗഹീദുണ്ട്. ആ തൗഹീദിൽ ഖൽബ് ഉറച്ച അവസ്ഥയിലാവുക. فإنه لا يستقيم توكل العبد حتى يصح له توحيده, ഒരു മനുഷ്യന്റെയും തവക്കുൽ ശരിയാവുകയില്ല അവന്റെ തൗഹീദ് ശരിയാകാതെ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തൗഹീദ് ശരിയാകണം. ചില ആളുകൾ തവക്കുലിനെ പറ്റി വാത്തോരാതെ സംസാരിക്കും, ഷിർക്കിന്റെ ആളുകളായിരിക്കും, അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു കിടന്നവരായിരിക്കും, അല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അവർ തവക്കുലിനെ പറ്റി ധാരാളം സംസാരിക്കും. എന്നാൽ ഒരിക്കലും തവക്കുൽ തൗഹീദ് ഇല്ലാതെ ശരിയാവുകയില്ല.
ബൽ ഹഖീഖത്തു തവക്കുൽ, എന്നാൽ തവക്കുലിന്റെ ഹഖീഖത്ത് എന്നുള്ളത് തൗഹീദുൽ ഖൽബ്, ഖൽബിൽ ആ തൗഹീദിന്റെ അവസ്ഥ, തവക്കുൽ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം എന്നുള്ള നിലക്ക് അതിന്റെ ആ പരിപൂർണതയിൽ എത്തുന്ന, ഖൽബിൽ ആ പരിപൂർണത എത്തുമ്പോഴാണ് ഒരാൾ ഹഖീഖത്തു തവക്കുൽ എത്തുക. ഫമാ ദാമത് ഫീഹി അലായിഖു ശിർക്ക്, അതിൽ ഷിർക്കിന്റെ അംശമുള്ളിടത്തോളം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ മേലെ ഏതെങ്കിലും രീതിയിൽ ആശ്രയിക്കുന്ന സമയത്തോളം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഷിർക്ക് ഖൽബിൽ, അഥവാ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നമ്മൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്നതോടൊപ്പം മറ്റെന്തിനെങ്കിലും ആശ്രയിക്കുന്ന അവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫതവക്കുലുഹു മഅലൂലുൻ മദ്ഖൂലുൻ, ആ തവക്കുൽ എന്നുള്ളത് ശരിയല്ല, അത് ദുർബലമായിട്ടുള്ള ഒന്നാണ്. വഅലാ ഖദ്രി തജ്രീദി തൗഹീദ് തകൂനു സിഹ്ഹത്തു തവക്കുൽ, ഒരാൾ എത്രത്തോളമാണോ അവന്റെ തൗഹീദ് പരിശുദ്ധമാകുന്നത്, പരിപൂർണമാകുന്നത്, ശരിയാകുന്നത്, അതിനനുസരിച്ച് അവന്റെ തവക്കുലും ശരിയാകും. ശിർക്കിന്റെ അംശമുള്ള ഒരാളുടെ തവക്കുൽ ഒരിക്കലും ശരിയാവുകയില്ല. ആ തവക്കുൽ ശരിയാവണമെങ്കിൽ അവന്റെ തൗഹീദ് പരിപൂർണമായിരിക്കണം. ആ തൗഹീദ് എത്രത്തോളം പരിപൂർണമാകുന്നോ അത്രത്തോളം അവന്റെ തവക്കുലും ശരിയാകും. ഫൈനൽ അബ്ദ മതാ ഇൽതഫത ഇലാ ഗൈരില്ലാഹ് അഖദ ദാലിക ഇൽതിഫാതു ശുഅബതൻ മിൻ ശുഅബി ഖൽബിഹി, ഈ ഒരാൾ എപ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കോ വ്യക്തിയിലേക്കോ തെറ്റുന്നു, അവന്റെ ഖൽബ് തെറ്റിപ്പോകുന്നുണ്ട് എങ്കിൽ ആ ഖൽബിൽ ആ തെറ്റിയതിന് ഒരു ഓഹരി അവിടെ പോകും. അതായത് ഖൽബിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലാഹുവിൽ മാത്രം എന്നുള്ള അവസ്ഥ, അതിൽ എന്തെങ്കിലും ഒരു കാര്യം വേറൊന്നിലേക്ക് ചെറുതായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ ഖൽബിന്റെ ആ ഭാഗം അങ്ങോട്ട് പോകും. അപ്പൊ തവക്കുൽ പരിപൂർണ്ണമാവില്ല. ഫനഖസ മിൻ തവക്കുലിഹി അലല്ലാഹി ബിഖദ്രി ദഹാബി തിൽക ശുഅബ, അപ്പോ അല്ലാഹു അല്ലാതെ മറ്റൊരാളിലേക്ക് എത്ര ഓഹരിയാണോ പോയിട്ടുള്ളത് അതിന്റെ അളവനുസരിച്ച് അവന്റെ തവക്കുലും കുറയും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് നമുക്ക് പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോടുള്ള കാര്യങ്ങൾ അതുപോലെ നിന്നൊക്കെ സംരക്ഷണമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തവക്കുലും ശക്തിപ്പെടും. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോട് ഇഷ്ടമുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യമുണ്ടാവുക, അല്ലെങ്കിൽ ആ നിലക്ക് പാപത്തിന്റെ ഇനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തവക്കുലും ദുർബലമാകും. അപ്പോൾ ഖൽബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓഹരി അള്ളാഹു അല്ലാത്ത മറ്റെന്തിലേക്കും പോയാൽ അത് തവക്കുലിൽ നിന്നും പോകും. ومن ها هنا ظن من ظن أن التوكل لا يصح إلا برفع الأسباب, അങ്ങനെയുള്ള അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് ചില ആളുകൾ എന്ത് പറയാറുള്ളത്, തവക്കുൽ എന്ന് പറഞ്ഞാൽ അസ്ബാബുകളെ ഒഴിവാക്കലാണ് എന്നുള്ളത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അസ്ബാബുകൾ ഒഴിവാക്കലാണ്. ഏത് നിലക്ക്? ഖൽബിൽ നിന്ന്. വഹാദ ഹഖ്ഖുൻ, ഇബ്നുൽ ഖയ്യിം പറയാണ് അത് ശരിയാണ്. അതായത് ചില ആളുകൾ തവക്കുൽ എന്ന് പറഞ്ഞാൽ റഫ്ഉൽ അസ്ബാബ്, ഈ സബബുകളെ ഒഴിവാക്കലാണ് തവക്കുൽ എന്നുള്ളത് ചില ആളുകൾ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഏതർത്ഥത്തിൽ? ഖൽബിൽ നിന്ന് ബാക്കിയുള്ള കാരണങ്ങളെല്ലാം ഒഴിവായിരിക്കണം. വഹാദ ഹഖ്ഖുൻ, അത് ശരിയാണ്. ലാകിൻ റഫ്ദുഹാ അനിൽ ഖൽബി ലാ അനിൽ ജവാരിഹ്, പക്ഷേ ഈ അസ്ബാബുകൾ ഒഴിവാക്കുക എന്നുള്ളത് ഖൽബിൽ നിന്നാണ്, ഒരിക്കലും അവയവങ്ങളിൽ നിന്നല്ല. ഖൽബിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. ഫതവക്കുലു ലാ യതിമു ഇല്ലാ ബിറഫ്ദിൽ അസ്ബാബി അനിൽ ഖൽബ്, ഇവിടെയാണ് ഖൽബിൽ നിന്ന് അസ്ബാബുകൾ ഒഴിവാക്കിയാലല്ലാതെ, ഖൽബിൽ അസ്ബാബുകളുമായിട്ടുള്ള ആശ്രയം ഒഴിവാക്കിയാലല്ലാതെ ഒരാളുടെ തവക്കുൽ പരിപൂർണമാവുകയില്ല. അപ്പോ ചില ആളുകൾ തവക്കുൽ അസ്ബാബുകൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അത് ഈ ആശയത്തിലാണെങ്കിൽ ശരിയാണ്, ഖൽബിൽ നിന്നാണെങ്കിൽ ശരിയാണ്. എന്നാൽ അല്ലാതെയുള്ള ഭൗതികമായിട്ടുള്ള കാരണങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ശരിയല്ല. وتعلق الجوارح بها فيكون منقطعا منه متصلا بها, അപ്പോ അസ്ബാബുകളെ ഖൽബിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. وتعلق الجوارح بها, അവയവങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യും. فيكون منقطعا منها متصلا بها, അപ്പോൾ എന്താണ്? അപ്പോൾ അസ്ബാബുകൾ ഒരു നിലക്ക് ബന്ധം ഉണ്ടാവില്ല, ഒരു നിലക്ക് ബന്ധപ്പെട്ട് കിടക്കണമായിരിക്കും. അഥവാ ഖൽബിൽ നിന്ന് അത് മുറിച്ചു പോയിട്ടുണ്ടാവും. ഖൽബിൽ നിന്ന് അസ്ബാബുകളിലേക്ക് ബന്ധം ഉണ്ടാവില്ല, എന്നാൽ അവയവങ്ങൾ കൊണ്ട് ബന്ധവും ഉണ്ടാകും. വളരെ തവക്കുലിന്റെ ദർജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൂക്ഷ്മമായിട്ട് ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിന്റെ അസ്ബാബുകളെ വെക്കേണ്ട സ്ഥലത്ത് വെക്കുക, അള്ളാഹുവിനെ വെക്കേണ്ട സ്ഥലത്ത് വെക്കുക. അത് വളരെ ചുരുക്കം പേർക്ക് ബോധ്യപ്പെടുന്ന തവക്കുലിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പൊ മൂന്നാമത്തെ മർത്തബയാണത്. ഒന്നാമത്തേത് അള്ളാഹുവിനെ അറിയുക, രണ്ടാമത്തേത് സബബുകളെയും മുസബ്ബബാത്തുകളെയും കാരണത്തെയും കാര്യത്തെയും സ്ഥിരപ്പെടുത്തുക, മൂന്ന് തവക്കുലിൽ തൗഹീദ് ഉണ്ടാവുക. നാലാമത്തേത് അദ്ദറജത്തു റാബിഅ, തവക്കുലിന്റെ ദർജകളിൽ നാലാമത്തേത് ഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹ് വസ്തിനാദുഹു ഇലൈഹി, പരിപൂർണമായ ഖൽബ് അള്ളാഹുവിൽ ആശ്രയിച്ചതാവുക, അള്ളാഹുവിലേക്ക് താങ്ങി നിൽക്കുന്ന, അള്ളാഹുവിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാവുക.
വസുകൂനുഹു ഇലൈഹി, പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഒതുങ്ങിയ അവസ്ഥയിൽ, ബിഹൈസു ലാ യബ്ഖാ ഫീഹി ഇദ്തിറാബു മിൻ തശ്വീഷിൽ അസ്ബാബ്, ഒരു നിലക്കും ഒരു അംശം പോലും അസ്ബാബുകളുടെ ഒരു തശ്വീഷ്, ഒരു ഇടകലരൽ, ഒരു അസ്വസ്ഥത കൽബിലുണ്ടാവില്ല. അതായത് അസ്ബാബുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വിഷയമേ അല്ല, തവക്കുൽ ഒരേപോലെ ആയിരിക്കും. കാരണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല, തവക്കുൽ അവിടെ ഒരുപോലെ ആയിരിക്കും. കാരണങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ കൽബിൽ അസ്വസ്ഥത ഉണ്ടാവില്ല, കാരണങ്ങൾ കൂടിയതിന്റെ പേരിൽ കൽബിൽ സമാധാനം അതുണ്ടാവില്ല. പൂർണ്ണമായി അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്ന ഒരവസ്ഥ. അതാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാ പലപ്പോഴും പറയാറുള്ള മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ വസിയ്യത്തിൽ പറഞ്ഞൊരു ഉദാഹരണം, കടലിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, കപ്പൽ പൊട്ടിത്തകർന്ന് ഒരു മരത്തടി കിട്ടി. ആ മരത്തടിയുടെ മേലെ ആശ്രയിച്ച് പിടിച്ച് കടലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ അള്ളാഹുവിനെ വിളിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ്. അയാൾക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗമില്ല. കടലിന്റെ നടുവിൽ ഒരു മരകഷ്ണത്തിന്റെ മേലെ മാത്രം പിടിച്ചു നിൽക്കുന്ന അയാൾ റബ്ബിനെ വിളിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. അതുപോലെ ആയിരിക്കണം തന്റെ കൊട്ടാരത്തിൽ തന്റെ ജോലിക്കാരുടെയും തന്റെ സമ്പത്തിന്റെയും തന്റെ മക്കളുടെയും തന്റെ ഇണകളുടെയും എല്ലാം നടുവിൽ നിൽക്കുന്ന ഒരാൾ അവന്റെ ഒരു ആവശ്യത്തിന് അള്ളാഹുവിനോട് ചോദിക്കാൻ എന്ന്. അതുപോലെ ആയിരിക്കണം രണ്ടുപേരുടെയും തവക്കുൽ ഒരുപോലെ ആയിരിക്കണം, അള്ളാഹുവിൽ ആശ്രയം ഒരുപോലെ ആയിരിക്കണം. കാരണങ്ങളുണ്ടോ ഇല്ലേ, പക്ഷെ തവക്കുൽ ഒരുപോലെ ആയിരിക്കണം. അതാണ് നാലാമത്തെ ദറജ എന്ന് പറയുന്നത്. വലാ സുകൂനുൻ ഇലൈഹ, അസ്ബാബുകൾ ഒരു നിലക്കും അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. പിന്നെ അസ്ബാബുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവനൊരു സമാധാനം ഉണ്ടാകുന്നില്ല. ബൽ യഖ്ലഉ സുകൂന ഇലൈഹ മിൻ ഖൽബിഹി, അവൻ കൽബിൽ നിന്ന് ആ അസ്ബാബുകളിലേക്ക് തിരിയുന്ന അവസ്ഥ, അസ്ബാബുകൾ ഉണ്ട് എന്നതുകൊണ്ട് ലഭിക്കുന്ന ഒരു സമാധാനം അവന്റെ കൽബിൽ നിന്ന് അവൻ ഒഴിവാക്കിയിട്ടുണ്ടാവും. വയുൽബിസുഹു സുകൂന ഇലാ മുസബ്ബിബിഹ, അവന്റെ സമാധാനം മുസബ്ബിബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു, സബബുകളെ ഒരുക്കിത്തരുന്നവൻ, കാരണങ്ങളെ ഒരുക്കിത്തരുന്നവൻ, അവനിലേക്ക് മാത്രമായിരിക്കും അവന്റെ കൽബിന്റെ സമാധാനം കൊള്ളുന്ന അവസ്ഥ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇത് കേൾക്കാൻ സുഖമാണ്, പറയാനും സുഖമാണ്, പറയുന്ന എനിക്കും സുഖമാണ്, കേൾക്കുന്ന നിങ്ങൾക്കും സുഖമാണ്. പക്ഷെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ തവക്കുലിന്റെ മൻസിലത്തിൽ നാം തെളിയിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടത്തിൽ അള്ളാഹു നമ്മെ എത്തിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മൾ ഓരോ ഉബൂദിയത്തിന്റെ മർത്തബകളും തെളിയിച്ചു കൊടുക്കുന്നത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതിനുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഓരോ സന്ദർഭത്തിലുണ്ടാകും. അപ്പൊ ആ തവക്കലിന്റെ സമയത്ത് ഈ ഒരു അവസ്ഥ തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ അല്ലെങ്കിൽ നമ്മുടെ ഉബൂദിയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ പരിപൂർണമാകുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഒരു ദർജയെ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. വഅലാമതു ഹാദാ അന്നഹു ലാ യുബാലി ബിഇഖ്ബാലിഹ വഇദ്ബാരിഹ, നീ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ദർജയിൽ ഒരാൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടയാളം അസ്ബാബുകൾ വന്നോ പോയോ എന്നുള്ളത് അവനൊരു വിഷയമേ ആവില്ല, കാരണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവനൊരു വിഷയമേ ആവില്ല. ولا يضطرب قلبه ويخفق عند إدبار ما يحب منه, അവന്റെ കൽബിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല, പിന്നെ അവന് ഇഷ്ടപ്പെടുന്ന കാര്യം അവനിൽ നിന്ന് പോയതിന്റെ പേരിൽ, ഒഴിവായതിന്റെ പേരിൽ, നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവനൊരു മാറ്റം ഉണ്ടാവില്ല. വയഖ്ബാലി മാ യക്റഹു, ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യം ബാധിച്ചതിന്റെ പേരിൽ അവനൊരു മാറ്റം ഉണ്ടാവില്ല. അവന്റെ കൽബിൽ എന്തുണ്ടാവില്ല, ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. എന്ത് ചെയ്യും, എന്താണ് ഉണ്ടാവുക, ഇത് ഞാൻ പ്രതീക്ഷിച്ച കാര്യമില്ലല്ലോ, ഞാൻ പ്രതീക്ഷിച്ച കാര്യം ഉണ്ടല്ലോ എന്ന നിലക്ക്. ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം, നമുക്ക് നാളെ ഇത്ര പണം വേണം, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ, നമുക്ക് ഇത്ര ഒരു സമ്പത്ത് വേണം, അപ്പോൾ ഒരാൾ നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ആകുമ്പോൾ പിന്നെ അയാൾ മരണപ്പെട്ടു വിചാരിക്കുക, അപ്പോൾ അത് കിട്ടൂല്ലേ, നടക്കൂ, എൻ്റെ കാര്യം നടക്കൂല്ലേ, അങ്ങനെ ഒരു സബബാണ് നമുക്ക്. പിന്നെ ഒരാൾ സമ്പത്ത് നൽകുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നടക്കുന്നോ ഒക്കെ ആവാം. പക്ഷെ അത് കിട്ടുന്നുള്ളപ്പോൾ ഒരു വലിയ സമാധാനം കൊള്ളുക, കിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര അസ്വസ്ഥമാവുക, ഈ ഒരു അവസ്ഥ ഈ ദർജയിൽ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. കാരണം അവർ പരിപൂർണമായി ആശ്രയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമായിരിക്കും. ലിഅന്ന ഇഅ്തിമാദഹു അലല്ലാഹ്, ഇബ്നു ഖയ്യിം പറയാണ്, കാരണം അവൻ ആശ്രയിക്കുന്ന അല്ലാഹുവിന്റെ മേലെയാണ്, കാരണങ്ങളുടെ മേലെയല്ല. വസുകൂനഹു ഇലൈഹി, അവന്റെ സമാധാനം കണ്ടെത്തുന്നതും അവൻ ഒതുങ്ങുന്നതും എല്ലാം ഈ അള്ളാഹുവിലാണ്, അല്ലാതെ വസ്തുക്കൾ. ഇസ്തിനാദഹു ഇലൈഹി, അവൻ പൂർണ്ണമായി ചെരിഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്കാണ്. ഖദ് ഹസ്സനഹു മിൻ ഖൗഫിഹാ വറജാഇഹാ, ആ ഒരു ആശ്രയം അള്ളാഹുവിൽ അങ്ങനെ തവക്കുൽ ചെയ്തു എന്നുള്ളത് ആ അസ്ബാബുകളെ തൊട്ടുള്ള ഭയവും പ്രതീക്ഷയിൽ നിന്നും അള്ളാഹുവിന് സംരക്ഷണം നൽകിയിരിക്കുകയാണ്. കാരണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തെ തൊട്ടും കാരണങ്ങൾ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്രയത്തെ തൊട്ടും അള്ളാഹു അവനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ കൽബിന്റെ സമാധാനം അള്ളാഹുവിലാണ്, കാരണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ മേലെ അല്ല.
فحال حال من خرج عليه عدو عظيم لا طاقة له به. ഞാൻ ഒരു ഉപമ പറയാൻ ഈ കിതാബിൽ പല സന്ദർഭത്തിലും കാര്യങ്ങൾ മനസ്സിലാകാൻ ഉപമ പറഞ്ഞതുപോലെ ഒരു ഉപമ പറയുകയാണ്. അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മേലെ അവനെതിരെ ഒരു ശത്രു, വലിയൊരു ശത്രു അവന്റെ പിന്നാലെ വരികയാണ്, അവനെ ആക്രമിക്കാൻ വരികയാണ്. അവനെതിരെ, ആ ശത്രുവിനെതിരെ ഇവനൊന്നും ചെയ്യാല്ല. ഇപ്പൊ നമ്മൾ ആലോചിച്ചോ, നമ്മളാണെന്ന് ആലോചിക്കുക, നമുക്കെതിരെ ഒരു ശത്രു, വളരെ ശക്തനായിട്ടുള്ള ഒരു ശത്രു വരികയാണ്, നമുക്ക് അവനെതിരെ ഒന്നും ചെയ്യാൻ ശക്തിയില്ല. ഫറഅ ഹിസ്നൻ മഫ്തൂഹൻ, അങ്ങനെ ആ ശത്രുവിൽ നിന്ന് ഭയപ്പെട്ട് ഓടുമ്പോൾ നമ്മൾ എന്ത് കണ്ടു? ഒരു തുറന്ന ഒരു ഹിസ്ന്, ഒരു സംരക്ഷണമായിട്ടുള്ള കോട്ട നമുക്ക് കിട്ടി. ഫദ്ഖലഹു റബ്ബുഹു ഇലൈഹി, അങ്ങനെ അവന്റെ റബ്ബ് അവൻ അതിലേക്ക് പ്രവേശിപ്പിച്ചു, അല്ലാഹു അവനെ അതിലേക്ക് പ്രവേശിപ്പിച്ചു. വഗലഖ അലൈഹി ബാബൽ ഹിസ്ൻ, അങ്ങനെ ഹിസ്നിന്റെ കവാടം അടച്ചു. അതായത് ശത്രു നമ്മൾ ആക്രമിക്കാൻ വരുന്നത് നമ്മളൊരു തുറന്നൊരു കവാടം കണ്ടു, ഒരു കോട്ടയുടെ, നമ്മൾ അതിനകത്ത് പ്രവേശിച്ചു, അതിന്റെ റബ്ബ് യജമാനൻ അത് അടച്ചു. ഫഹുവ യുശാഹിദു അദുവഹു ഖാരിജൽ ഹിസ്ൻ, അതിന്റെ യജമാനൻ പുറത്ത് നിന്നിട്ട് ആ ശത്രുവിനെ നോക്കിക്കാണ്, ശത്രു വരാതിരിക്കാൻ, അല്ലെങ്കിൽ ശത്രു വരുന്നുണ്ടോ എന്നുള്ള നിലക്ക് പുറത്ത് സംരക്ഷണമായിട്ട് നിൽക്കുന്നുണ്ട്. ഫദ്തിറാബ് ഖൽബിഹി വഖൗഫുഹു മിൻഹും ഫി ഹാദിഹിൽ ഹാൽ ലാ മഅനാ ലഹു, ഇങ്ങനെ വലിയൊരു സംരക്ഷണം ലഭിക്കുന്ന കോട്ടക്കകത്ത് അതിനെ സംരക്ഷിക്കാൻ ഒരാൾ നിൽക്കുമ്പോൾ, ആ ശത്രുവിനേക്കാൾ ശക്തിയുള്ള ഒരാള് അതിനെ പ്രതിരോധിക്കാൻ അവിടെ ഉണ്ടാകുമ്പോ ആ കോട്ടക്കകത്തുള്ളവൻ പേടിച്ചു നിൽക്കുന്നതിന് യാതൊരു അർത്ഥമില്ല, പിന്നെ അവന് പേടി ഉണ്ടാവുന്നതിൽ ഒരു അർത്ഥമില്ല. അതായത് ഇതുപോലെയാണ് അള്ളാഹു തവക്കുൽ ചെയ്യുന്നത്. അഥവാ നമുക്ക് സാധിക്കാത്ത, നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും ഉള്ള കാര്യങ്ങൾ, നമുക്കെതിരെ നടക്കുന്ന പല കാരണങ്ങൾ, അതുണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അള്ളാഹു തവക്കുൽ ചെയ്യലാണ്. ആ തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പേടി ഉണ്ടായിട്ട് എന്താ കാര്യം? പിന്നെ അവിടെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അതാണ് ഇവിടെ പറഞ്ഞത്. മറ്റൊരു ഉദാഹരണം പറയാണ്. അയാൾക്ക് രാജാവ് ഒരു ദിർഹം കൊടുത്തു. ഫസുരിഖ മിൻഹു, അവനിൽ നിന്ന് അത് കട്ടെടുക്കപ്പെട്ടു, അവനിൽ നിന്ന് ആരോ അത് കട്ടെടുത്തു. ഫഖാലഹുൽ മലിക്, അപ്പൊ മലിക് പറഞ്ഞു, ഇൻദി അദ്ആഫുഹു ലാ തഹ്തം, മലിക് പറഞ്ഞു, എന്റെ കയ്യിൽ കുറെ ഉണ്ട്, ഇതിൽ കുറെ ദിർഹം ഉണ്ട്, ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, ബേജാറാവണ്ട. മതാ ജിഇത ഇലയ്യ അഅതൈതുക മിൻ ഖസാഇനി അദ്ആഫഹു, നീ എപ്പോൾ എന്റെ അടുത്തേക്ക് വന്നാലും അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ നിനക്ക് തന്നോളാം. ഫൈദ ആലിമ സിഹ്ഹത ഖൗലിൽ മലിക്, ആ മലിക്കിന്റെ വാക്ക് എത്രത്തോളം ശരിയാണെന്ന് ആ അടിമക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, വസിഖ ബിഹി, അതിനവന് ദൃഢബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ, അതിനവന് ഉറച്ച വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ, വത്മഅന്ന ഇലൈഹി, അവൻ അതിൽ സമാധാനം കണ്ടെത്തും. കാരണം അവനൊരു മലിക്ക് ഒരു ദിർഹം കൊടുത്തു, കള്ളം കട്ടെടുത്തു പോയി, സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ മലിക്ക് പറയാണ്, എപ്പോ വന്നാലും തരാൻ, എന്റെ ഇരട്ടിയായിട്ടുണ്ട്, ഞാൻ എപ്പോഴാണ് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലിക്കിന്റെ വാക്ക് സത്യമാണ് എന്നും ആ മലിക്കിന് അതിനുള്ള കഴിവുണ്ട് എന്നും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിലവൻ സമാധാനം കൊള്ളും. വഅലിമ അന്ന ഖസാഇനഹു മലീഅത്തുൻ ബിദാലിക്, അവന് ബോധ്യം ഉണ്ടാവും, കാരണം ആ രാജാവിന്റെ ഖജനാവിൽ ഒരുപാട് ദിർഹം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ലം യഹ്സുൻഹു ഫൗതുഹു, അപ്പൊ അവനാ ഒരു ദിർഹം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവന് വിഷമിക്കൂല. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുൽ ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള കാര്യം നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അവന് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം അവനോട് തവക്കുൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അവന്റെ റബ്ബാണ്. അപ്പോൾ അവനിലുള്ള തവക്കുൽ ഖൽബിൽ ശരിയാകാത്തത് കൊണ്ടാണ് നമുക്ക് ബേജാറും ടെൻഷനും എല്ലാം ഉണ്ടായി പോകുന്നത്. അദ്ദറജത്തുൽ ഖാമിസ, തവക്കുലിന്റെ അഞ്ചാമത്തെ ദർജ ഹുസ്നു ബന്നി ബില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ബന്ന്, ചിന്ത ഏറ്റവും നല്ലതായി തീരുന്ന അവസ്ഥ. ഓരോ ദർജകളാണ്, തവക്കുലിന്റെ ഓരോ ദർജകളാണ്. അഞ്ചാമത്തെ ദർജ എത്തുമ്പോഴേക്ക് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്ത ഏറ്റവും നല്ലതായി തീരും. ഫഅല ഖദ്രി ഹുസ്നി ബന്നിക ബിഹി വറജാഇക ലഹു, എത്രത്തോളമാണോ നിനക്ക് അല്ലാഹുവിൽ നല്ല ചിന്തയുള്ളത്, അല്ലാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുള്ളത്, അത്രത്തോളം നിനക്ക് അല്ലാഹുവിലുള്ള പ്രതീക്ഷയും ഉണ്ടാകും. യകൂനു തവക്കുലുക അലൈഹി, നിനക്ക് അവന്റെ മേലെ തവക്കുലും ഉണ്ടാകും. വലിദാലിക ഫസ്സറ ബഅ്ദുഹും അത്തവക്കുല ബിഹുസ്നി ബൻ, അതുകൊണ്ടാണ് ചില സലഫുകൾ തവക്കുലിനെ ഹുസ്നു ബന്നിനോട് തഫ്സീർ ചെയ്തത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഹുസ്നു ബന്നാണ് എന്ന് തഫ്സീർ ചെയ്തത്. ഫഖാല തവക്കുൽ, അവർ പറഞ്ഞു തവക്കുൽ എന്ന് പറഞ്ഞാൽ ഹുസ്നു ബന്നി ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും നമുക്ക് മോശമായ ചിന്ത ഉണ്ടാവരുത്, നല്ല ചിന്ത ഉണ്ടാകാൻ പാടുള്ളൂ. ഒരാൾക്ക് ഹുസ്നുൽ ദന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവന്റെ അമല് നന്നാകും. ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുള്ളവന്റെ കർമ്മങ്ങളും നന്നാവും. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെച്ച് പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവൂല.
അപ്പോൾ നല്ല ചിന്ത അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാവുക എന്നുള്ളത് അത് അള്ളാഹു നമ്മോട് അങ്ങനെ ആകാൻ കാരണമാകും. അന ഇൻദ ദന്നി അബ്ദി ബി എന്ന് അള്ളാഹു പറഞ്ഞതാണ്. ഞാൻ അടിമ എന്നെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ ആയിരിക്കും ഞാൻ അവന്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വലിയ സ്വാധീനം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടാകും. അത് ദീനിയായതാവട്ടെ ദുനിയവിയായതാവട്ടെ. എന്നൊരു ഖയ്യിം പറയാണ് വതഹ്ഖീഖ്. അപ്പോൾ ഉസ്നുബ് ബന്നാണ് തവക്കുൽ എന്ന് സലഫുകളിൽ ചിലർ തഫ്സീർ ചെയ്തിട്ടുണ്ട്. വതഹ്ഖീഖ്, ഇനി ഇതിന്റെ തഹ്ഖീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന ഹുസ്നുബ് ബന്നി ബിഹി യദ്ഊഹു ഇല തവക്കുലി അലൈഹി. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് ഒരാൾക്ക് നല്ല ചിന്തയുണ്ടായി കഴിഞ്ഞാൽ അത് അവനെ തവക്കുലിലേക്ക് ക്ഷണിക്കും. അഥവാ അവന് തവക്കുൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇതിലാ യുതസവ്വറു തവക്കുലു അലാ മൻ തുസീഅ വന്നക ബിഹി. ഒരിക്കലും എന്തുണ്ടാവുകയില്ല, ഒരു അള്ളാഹുവിനെ സംബന്ധിച്ച് മോശപ്പെട്ട ബന്ന് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് തവക്കുൽ ഉണ്ടാവുകയില്ല. അതായത് മോശപ്പെട്ട വന്ന് ഒരാൾ അള്ളാഹുവിനെ പറ്റി വെച്ച് കഴിഞ്ഞാൽ അവനൊരിക്കലും തവക്കുൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയേ ഇല്ല. വല തവക്കുൽ അലാ മൻ ലാ തർജൂഹ്. അതുപോലെ തന്നെ അള്ളാഹുവിൽ നീ പ്രതീക്ഷ വെക്കുന്നില്ല എങ്കിൽ അവന്റെ മേലെ തവക്കുലും ഉണ്ടാവില്ല. അതായത് ഹുസ്നുൽ ദന്ന് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുകയുള്ളൂ, റജാ ഉണ്ടാവുകയുള്ളൂ. റജാ ഉണ്ടെങ്കിലേ തവക്കുൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സൂഉൽ ദന്ന് വെച്ച് നടക്കുന്ന ഒരാളിൽ തവക്കുൽ ഉണ്ടാവുകയില്ല. അദ്ദറജത്തു സാദിസ, ആറാമത്തെ ദറജ എന്നുള്ളത് വൻജിദാബു ദവാഇഹി കുല്ലിഹാ ഇലൈഹി വഖത്ഉ മുനാസഅാതിഹി. എല്ലാവിധ ദറജത്തു സാദിസ ഇസ്തിസ്ലാമുൽ ഖൽബി ലഹു. അള്ളാഹുവിന് പൂർണ്ണമായിട്ട് ഖൽബ് കീഴൊതുങ്ങിയ ഒരു അവസ്ഥയിലായി. വൻജിദാബു ദവാഇഹി കുല്ലിഹാ ഇലൈഹി. എന്തെല്ലാം തേട്ടങ്ങളുണ്ടോ, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ, എന്തെല്ലാം ചിന്തകളുണ്ടോ അതെല്ലാം അള്ളാഹുവിലേക്ക് മാത്രമായി തീരും. വഖത്ഉ മുനാസഅാതിഹി, അതിനെതിരായിട്ടുള്ളതെല്ലാം മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവുക. അഥവാ പൂർണ്ണമായി ഖൽബ് അള്ളാഹുവിലേക്ക് ഇസ്തിസ്ലാം ആകുന്ന ഒരു അവസ്ഥ. അതാണ് ആറാമത്തെ ദറജ എന്നുള്ളത്. എന്തൊരു ഉദ്ദേശവും അത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥയിൽ ആയിത്തീരും. വഹാദാ മഅനാ ഖൗലി ബഅദിഹിം, ഇതാണ് ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അർത്ഥം. അത്തവക്കുലു ഇസ്ഖാതു തദ്ബീർ. സലഫുകൾ ചില പറഞ്ഞ വാക്കാണ് തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ഖാതു തദ്ബീർ. കാര്യങ്ങളുടെ കൺട്രോൾ ഇല്ല, അഥവാ കാര്യങ്ങളുടെ കൺട്രോള് നമ്മുടെ കയ്യിലില്ല എന്നുള്ള ആ ബോധ്യപ്പെടൽ, ആ കൺട്രോൾ ഇല്ല എന്ന ആ അംഗീകരിക്കുന്ന അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതായത് ഞാൻ നിയന്ത്രിക്കുന്നതല്ല എന്ന നിലക്ക്, അതിനാണ് തവക്കുൽ എന്ന്. ഒന്നും വിശദീകരിക്കേണ്ടതുണ്ട്, കാരണം അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഇസ്തിസ്ലാം അലി തദ്ബീർ റബ്ബിലക്ക്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? നിന്റെ റബ്ബ് നിന്റെ മേലെ വിധിക്കുന്ന കാര്യങ്ങൾ, നിന്റെ റബ്ബിന് നിന്റെ മേലുള്ള കൺട്രോളിൽ പൂർണ്ണമായി കീഴൊതുങ്ങുക. വഹാദാ ഫീ ഗൈരി ബാബിൽ അംരി വന്നഹി. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനകളുടെ വിഷയത്തിലല്ല. അതായത് അള്ളാഹു തആല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു, അത് നിന്റെ ബാധ്യതയാണ്. അത് ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളത് നിന്റെ ബാധ്യതയാണ്. അള്ളാഹു പറഞ്ഞൊരു കാര്യം ചെയ്യാതിരുന്നിട്ട് ഇത് അള്ളാഹ് എന്റെ മേലെ വിധിച്ചതാണ്, കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ട്, അതല്ല ഉദ്ദേശം. അല്ലാതെ അള്ളാഹു നിന്റെ മേലെ വിധിക്കുന്ന ഫുള്ള് കാര്യങ്ങളുടെ മേലെ കൺട്രോള് അത് നിന്റെ കയ്യിലല്ല, അള്ളാഹുവിലാണ് എന്ന്. എന്നാൽ അംറുൻ നഹിയും, കൽപ്പനകൾ അതെന്താണ്, അത് നീ ചെയ്യേണ്ടത്. ബൽ ഫീമാ യഫ്അലുഹു ബിക്. പക്ഷേ ഈ ഇസ്ഖാത്തു തദ്ബീർ, കൺട്രോള് നമ്മുടെ കയ്യിലില്ല എന്ന് പറയുന്നത് അതല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് പനി വരുന്നു, നമുക്ക് രോഗം വരുന്നു, നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടുന്നു, നമുക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നു, നമുക്ക് ഭക്ഷണം ലഭിക്കുന്നു, അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ കൺട്രോളിലല്ലാത്ത. നമ്മുടെ കൺട്രോളിലുള്ള കാര്യത്തിനേക്കാൾ കൂടുതൽ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ ഹൃദയം പിടിക്കുന്നു, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതൊക്കെ പൂർണ്ണമായിട്ടും ലാ ഫീമാ അമറക ബിഫിഇലിഹി, അല്ലാഹു നിന്നോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളെയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദറജത്തു സാബിഅ, ഏഴാമത്തെ ദറജ എന്നുള്ളത് അത്തഫ്വീദു, കാര്യങ്ങൾ അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുക. തഫ്വീദ് പറഞ്ഞാൽ അവിടെ ഉയർത്തി കൊടുക്കുക എന്നാണ്, അവിടെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള. തഫ്വീദ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കുക. വഹുവ റൂഹു തവക്കുലി വലുബ്ബുഹു വഹഖീഖതുഹു, ഇതാണ് തവക്കുലിന്റെ ആത്മാവ്, അതിന്റെ മജ്ജ, അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തഫ്വീദാണ്. കാര്യങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക.
വഹുവ ഇൽഖാഉ ഉമൂരിഹി കുല്ലിഹാ ഇലല്ലാഹ്. തഫ്വീദ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, തഫ്വീദ് എന്ന് പറയുന്നത്. വഇൻസാലുഹാ ബിഹാ തലബൻ വഇൻസാലുഹാ ബിഹി തലബൻ വഇഖ്തിയാറൻ. ആ കാര്യം എന്ത് കാര്യമാവട്ടെ അത് തേടുന്നതിലും അതിൽ ഖൈറിനെ ചോദിക്കുന്നതിലും അതിൽ തെരഞ്ഞെടുക്കുന്നതിലും എല്ലാം അള്ളാഹുവിലേക്ക് മാത്രമായിട്ട് തിരിയാം. ലാ ഖുർഹൻ വൽതിറാറൻ, നിർബന്ധിതനായിട്ടല്ല. ഇപ്പൊ ചില ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിൽ കാണാം, പിന്നെ എന്തെങ്കിലും അസുഖം വന്നു, പെട്ടെന്ന് കുട്ടിക്കൊരു അസുഖം വന്നു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അസുഖം വന്നു, ഡോക്ടറെ കാണിച്ചു, അവിടെ പോയി ഇന്ന ഹോസ്പിറ്റലായി മറ്റു ഹോസ്പിറ്റലായി, അവിടെ കാണിച്ചു ഇവിടെ കാണിച്ചു IC കാണിച്ചു ഒക്കെ കാണിച്ചു. അപ്പോഴൊക്കെ പിന്നെ ഈ ഡോക്ടർമാർ ഇതാക്കും, ഈ മരുന്നുകൊണ്ട് മാറും ഇന്ന കാര്യം കൊണ്ട് മാറും നോക്കുക. അവസാനം ഡോക്ടർ എന്ന് പറയും പിന്നെ ഒന്നും ചെയ്യാനില്ല, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനേ വഴിയുള്ളൂ. അപ്പൊ ഒരു തവക്കുലുണ്ടാവും, വേറെ വഴിയില്ല. അവിടെ പിന്നെ തവക്കുല് ചെയ്യല്ലാതെ ഞാൻ അതൊക്കെ അള്ളാഹിനെ ഏൽപ്പിച്ചിരിക്കുന്നു പറയുന്നൊരു അവസ്ഥ ഉണ്ട്. അതല്ല ഉദ്ദേശം. ഒരു നിർബന്ധിത സാഹചര്യവും ഇല്ലാതെ ഒന്നുമില്ലാതെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴും തന്നെ അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക. ബൽക തഫ്വീദുൽ ഇബ്നുൽ ആജിസ് ഇതൊരു പറയാണ്. ഏതുപോലെ ആയിരിക്കണം ആ ഏൽപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കതഫ്വീദുൽ ഇബ്നുൽ ആജിസ് ദഈഫിൽ മഗ്ലൂബി ഉമൂറഹു ഇലാ അബീഹി. ഒരു കുട്ടി, ആ കുട്ടി ചെറിയൊരു കുട്ടീനെ വിചാരിക്കുക, അവൻ ദുർബലനാണ്, അവന് പ്രത്യേകിച്ച് കാര്യം ചെയ്യാനൊന്നും സാധിക്കൂല, അവനാണെങ്കിൽ അധികാരപ്പെടുത്തപ്പെട്ടവനാണ്, അവന് ഉടമസ്ഥയുള്ള ആളുകളുണ്ട്, അവൻ്റെ ഉപ്പുണ്ട്. അപ്പൊ അവന്റെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവനവന്റെ ഉപ്പാനെ ഏൽപ്പിക്കുമല്ലോ. ഇപ്പൊ ഒരു ചെറിയ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒക്കെ ഉപ്പാനെ ഏൽപ്പിക്കുമല്ലോ. അതുപോലെയാണത്. ആ ഉപ്പ എന്താണ്, ആ ഉപ്പാനെ പറ്റിയിട്ട് അവന് നല്ല ബോധമുണ്ട്. അൽആലിമി ബിശഫഖതിഹി അലൈഹി വറഹ്മതിഹി. അവനറിയാം, ആ കുട്ടിക്കറിയാം എന്റെ ഉപ്പാക്ക് എന്നോട് വലിയ കാരുണ്യമുണ്ട്, വലിയ അനുകമ്പുണ്ട്, എന്നോട് വലിയ സ്നേഹമുണ്ട് അവനറിയാം. തമാമി കിഫായത്തിഹി, ആ ഉപ്പയാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നെന്നുള്ള ബോധം അവനുണ്ട്. അവന് ആ ബോധം നല്ലുണ്ട്. വഹസ്നി വലായത്തിഹി ലഹു, ആ ഉപ്പ എന്നെ നല്ല രീതിയിൽ അവനെ നോക്കും എന്നൊക്കെ ബോധമുള്ള ഒരു മകൻ ഉണ്ടല്ലോ. ആ മകൻ ഉപ്പാനെ ഏൽപ്പിക്കുന്ന പോലെ ആയിരിക്കും. തദ്ബീരിഹി ലഹു, ആ മകൻ അറിയാം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവന്റെ ഉപ്പയാണ്, അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അവനോട് ഇഷ്ടമുണ്ട്, അവനോട് കാര്യമുണ്ട് ഒക്കെ അറിയാം. ഫഹുവ യറാ അന്ന തദ്ബീറഹു ലഹു ഖൈറും മിൻ തദ്ബീരിഹി ലിനഫ്സിഹി. ആ കുട്ടിക്ക് അറിയുന്നുണ്ടാകും, ഞാൻ എന്റെ കാര്യം നോക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ എന്റെ വാപ്പയാണ് അത് നോക്കുക. ഞാൻ എന്റെ കാര്യം നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലത് എന്റെ വാപ്പയാണ് എന്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള ബോധം അവനുണ്ടാകും. വഖിയാമഹു ബിമസാലിഹി വതവല്ലിയഹു ലഹാ ഖൈറും മിൻ ഖിയാമിഹി വബിമസാലിഹി നഫ്സിഹി വതവല്ലിഹി ലഹാ. ഞാൻ എനിക്ക് സ്വന്തത്തിൽ എനിക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നതിനേക്കാളും നോക്കുന്നതിനേക്കാളൊക്കെ എന്റെ കാര്യം ഏറ്റവും നല്ല രീതിയിൽ നോക്കുക ആ ഉപ്പയാണ്. അഥവാ ആ മകൻ ചിന്തിക്കുന്ന ചിന്ത പറയാണ്, ആ മകന് അറിയാം എന്റെ ഉപ്പയാണ് ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. ഫലാ യജിദു ലഹു അസ്ലഹ വലാ അർഫഖ മിൻ തഫ്വീദിഹി ഉമൂറഹു കുല്ലഹാ ഇലാ അബീഹി. ഈ ഉപ്പാനെ ഏൽപ്പിക്കുന്നത് പോലെ ആ മകനോട് കാരുണ്യമുള്ള അനുകമ്പയുള്ള നന്മ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ വേറൊരാളില്ലാന്ന് അവന് മനസ്സിലാകും. വറാഹത്തിഹി മിൻ ഹംലി കുൽഫത്തിഹാ വസിഖലി ഹംലിഹാ. ആ ബുദ്ധിമുട്ടുകൾ അവന് നേരിടുന്ന അവന്റെ കാര്യങ്ങളുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ അതൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ അതിൽ റാഹത്ത് കിട്ടാൻ വാപ്പയാണുള്ളത്. മഅജ്സിഹി അൻഹാ, അവനറിയാം എനിക്ക് അതിനൊന്നും കഴിയില്ല. വജഹ്ലിഹി ബിവുജൂഹിൽ മസാലിഹി ഫീഹാ, അവന് അറിവില്ല എനിക്ക് ഇത് നല്ലതാണോ അല്ലേ, ഇതിൽ ഗുണമുണ്ടോ അല്ലേ, അങ്ങനെ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു മകൻ ഉപ്പാനെ ഏൽപ്പിക്കുമല്ലോ. വഇൽമിഹി ബികലാമി ഇൽമി മൻ ഫവ്വദ ഇലൈഹി, അവന് ബോധം ഉണ്ടാവും ഞാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിക്കുന്ന ഉപ്പാക്ക് ഇതിലേതാ നല്ലത് ഏതാണ് ദോഷം ഒക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ ഉപ്പാക്ക് അറിയാന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ ഉപ്പാനെ ഏൽപ്പിക്കുകയാണ്. വഖുദ്റതിഹി വശഫഖതിഹി, ആ ഉപ്പാന്റെ കഴിവിനെ മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ ഉപ്പാക്ക് മകനോടുള്ള അനുകമ്പയെ മനസ്സിലാക്കിയിട്ടൊക്കെ ഏൽപ്പിച്ചു കൊടുക്കൂലേ, അതുപോലെയാണ് അടിമ അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ടത്. ഒരു ഉപമ പറഞ്ഞതാണ്. അഥവാ നമ്മളോട് ഏറ്റവും കാരുണ്യം കാണിക്കുന്ന, ഏറ്റവും സ്നേഹം കാണിക്കുന്ന, ഏറ്റവും അനുകമ്പ കാണിക്കുന്ന, നമുക്ക് ഗുണമായിട്ടുള്ള കാര്യങ്ങളിൽ അറിവ് പരിപൂർണമായിട്ടുള്ള, നമുക്ക് ഗുണമായ കാര്യങ്ങൾ നൽകാനും ദോഷമായത് തടയാനും പൂർണ്ണമായ കഴിവുള്ള, അധികാരമുള്ള, അതിനെക്കുറിച്ചുള്ള അറിവുള്ള അള്ളാഹുവിൽ നമ്മൾ ഏൽപ്പിക്കേണ്ടത് ഇതുപോലെയാണ്. നമുക്ക് ദുർബലരാണ്, നമുക്കറിയില്ല, നമുക്ക് അറിവുമില്ല, നമുക്ക് പിന്നെ ചെയ്യാനും കഴിയില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ അള്ളാഹു തആല നമ്മളിൽ നിന്ന് എടുത്തു കളയും. പക്ഷെ നമ്മളതിൽ ഒരുപാട് ഹൈറുകൾ കണ്ടിട്ടുണ്ടാവും. അത് അങ്ങനെയാണ്, നല്ല കാര്യമാണ്, ഒരുപാട് ഗുണങ്ങൾ. പക്ഷേ നമുക്കൊരു അങ്ങനെയുള്ള വിഷയങ്ങൾ അള്ളാഹുവിലാണ് തഫ്വീദ് ചെയ്യേണ്ടത്. കാരണം അള്ളാഹുവിനാണ് അറിയുക അത് നമുക്ക് ഗുണമാണോ അല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ തഫ്വീദ് എന്നുള്ളത് 7ാമത്തെ ദറജയാണ് തവക്കുലിന്റെ. അവസാനത്തെ ദറജ 8ാമത്തേത്
തവക്കുലിന്റെ എട്ടാമത്തെ ദറജ അദ്ദറജത്തു സാമിന, എട്ടാമത്തേത് ഫഇദാ വളഅ ഖദമഹു ഫി ഹാദിഹി ദറജ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഈ എട്ടാമത്തെ ദറജയിൽ അടിമ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞ് 7 കഴിഞ്ഞ് എട്ടാമത്തേൽ എത്തിക്കഴിഞ്ഞാൽ ഇൻതഖല മിൻഹാ ഇലാ ദറജത്തി റിളാ വഹിയ സമറത്തു തവക്കുൽ, അവൻ ദറജത്തു റിളയിലേക്ക് അവൻ എത്തിച്ചേരും. അതായത് തവക്കുൽ കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം, അഥവാ ഒരാൾ തവക്കുൽ ചെയ്താൽ അവന്റെ തവക്കുൽ ശരിയാണോ അല്ലേ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് അവന് റിളയുടെ അവസ്ഥയിലെത്തിയോ എന്നുള്ളത്. അതാണ് എട്ടാമത്തെ ദറജ എന്ന് പറയുന്നത്. അതായത് തൃപ്തിപ്പെടുക. അള്ളാഹുലൊരു കാര്യം തവക്കുൽ ചെയ്തു, കിട്ടാനാവട്ടെ ഒരു ദോഷം തടയാനാവട്ടെ, അതിൽ റിസൾട്ട് അവിടെ സംഭവിച്ചു. പിന്നെ അവിടെ ഉണ്ടാവേണ്ടത് എന്താണ്? അതിൽ തൃപ്തിപ്പെടലാണ്. തൃപ്തിപ്പെടാൻ നമുക്ക് സാധിച്ചോ നമ്മുടെ തവക്കുൽ ശരിയാണ്. തൃപ്തിപ്പെടാൻ സാധിച്ചില്ലേ നമ്മുടെ തവക്കുൽ ശരിയായിട്ടില്ല. വകാന ശൈഖുനാ റഹിമഹുല്ലാഹ് യഖൂൽ, ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ശൈഖുനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇബ്നു തൈമിയ റഹിമഹുള്ളയാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞതായി പറയുന്നു, അൽ മഖ്ദൂർ യക്തനിഫുഹു അംറാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് 2 കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് തവക്കുലു ഖബ്ലഹു, അള്ളാഹു വിധിക്കപ്പെടുന്ന കാര്യങ്ങൾ 2 കാര്യങ്ങളാൽ പൊതിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഒന്ന് അതിന് മുമ്പ് തവക്കുൽ, അള്ളാഹു നമ്മുടെ മേലെ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിന് മുമ്പ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? തവക്കുലാണ്. വറിളാ ബഅദഹു, ആ വിധിച്ച കാര്യത്തിന് ശേഷം എന്താ ഉണ്ടാവേണ്ടത്? റിളയാണ്. ഈ 2 കാര്യങ്ങളെ കൊണ്ട് പൊതിഞ്ഞ അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ വിധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇത് നമുക്കുണ്ടാകും, ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും. സത്യത്തില് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു ചിന്ത, ഇതുപോലൊരു മത്സരം അല്ലെങ്കിൽ ഇതുപോലൊരു ബന്ധം അള്ളാഹുമായിട്ട് ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലൊരു അർത്ഥമുള്ളൂ. ജീവിതത്തില് നമുക്ക് അള്ളാഹുവിലേക്കുള്ള യാത്ര അറിയുന്നില്ല, അള്ളാഹുവിലേക്കുമായിട്ടുള്ള ബന്ധം അറിയുന്നില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഏത് മൻസിലത്താണ് ഇപ്പൊ തെളിയിച്ചു കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. എന്താ അതിൽ അർത്ഥമുള്ളത്? അവർ മുസ്ലിം ആകില്ല എന്നോ അല്ലെങ്കിൽ ഈ മുഅ്മിനാകില്ല എന്നൊന്നുമല്ല. ഉണ്ടാവും, മുസ്ലിം ആവാൻ ബേസിക് യോഗ്യത 2 ഷഹാദത്ത് ഉണ്ട്, ഇസ്ലാം കാര്യമുണ്ട്, ഈമാൻ കാര്യം അത് വാഴത്തിൽ ഖൽബിൽ ഉറച്ചിറങ്ങിയാൽ മുഅ്മിനാകും, അതുപോലെ മുഹ്സിനാകാൻ സാധിക്കും. പക്ഷെ ആ ജീവിതം മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടത്തിലും ഇതെല്ലാം തെളിയിച്ചു കൊടുക്കണം. ഇത് പഠിക്കൽ മാത്രമല്ല, ഇതൊക്കെ നമ്മൾ തെളിയിച്ചു കൊടുക്കണം അള്ളാഹുവിന്. അപ്പോ അള്ളാഹു നമ്മുടെ മേലെ വിധിക്കുന്ന കാര്യം നമ്മൾ ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷം മാത്രമാണോ? അല്ല. എപ്പോഴും സമാധാനം മാത്രമാണോ? അല്ല. ദുഃഖം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കാതിരിക്കും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകും, നമ്മുടെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാകും, പലതും ഉണ്ടാകും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മറ്റുള്ള ആളുകൾ, മറ്റുള്ള കുഫാറുകളാവട്ടെ അല്ലെങ്കിൽ ഈമാൻ ദുർബലമായിട്ടുള്ള ആളുകളാവട്ടെ, മുനാഫിഖീങ്ങളാവട്ടെ, അവരെടുക്കുന്ന നിലപാടല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ അറിയുന്ന ആളുകളാണ്, നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. നമ്മുടെ തീരുമാനം, നമ്മുടെ നിലപാട് ഈ ഒരു അർത്ഥത്തിലായിരിക്കണം. അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഞാൻ ഇപ്പൊ തെളിയിച്ചു കൊടുക്കേണ്ട മൻസിലത്ത് ശുക്റിന്റേതാണ്, സബറിന്റേതാണ്, തവക്കുലിന്റേതാണ്, ഇസ്തിഖാമത്തിന്റേതാണ്. അങ്ങനെ ഓരോ സമയത്ത് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുക. അതാണ് ഇതുപോലുള്ള കിതാബുകൾ ഉലമാക്കൾ എഴുതാനുള്ള കാരണവും അത് വിശദീകരിച്ചു തരാനുള്ള കാരണവും. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പോ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത് 2 കാര്യങ്ങൾക്ക് നടുവിലാണ് അള്ളാഹുവിന്റെ വിധി ഉള്ളത്. ഒന്ന് അതിനു മുമ്പ് തവക്കുൽ, 2 അതിനു ശേഷം റിളാ. ഫമൻ തവക്കല അലല്ലാഹി ഖബല അൽ ഫിഅൽ, ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ്, ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ അള്ളാഹുവിൽ ആശ്രയിക്കുന്ന കാര്യം അല്ലെങ്കിൽ വേണ്ട കാര്യം, അതിനു മുമ്പ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും വറദിയ ബിൽ മഖ്ദി ലഹു ബഅദൽ ഫിഅൽ, ആ സംഭവം നടന്നു, അല്ലെങ്കിൽ അള്ളാഹു എന്തൊരു കാര്യമാണോ ഉദ്ദേശിച്ചത് ആ തീരുമാനം നടന്നു കഴിഞ്ഞ് അതിന് ശേഷം ആരാണോ അതിൽ തൃപ്തിപ്പെടുന്നത്, മുമ്പ് തവക്കുലും ആ കാര്യം നടന്നതിന് ശേഷം തൃപ്തിപ്പെടുന്നത്, ഫഖദ് ഖാമ ബിൽ ഉബൂദിയ്യ, അവൻ അല്ലാഹുവിനുള്ള ഉബൂദിയത്ത് നേരെ ചൊവ്വേ ആക്കിയിരിക്കുന്നു, നിലനിർത്തിയിരിക്കുന്നു. ഖുൽതു, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വഹാദാ മഅന ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുആഇൽ ഇസ്തിഖാറ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആഉൽ ഇസ്തിഖാറയുടെ അർത്ഥം. ദുആഉൽ ഇസ്തിഖാറ നമുക്കറിയാം, അല്ലാഹുവിനോട് ഖൈറിനെ ചോദിച്ചുകൊണ്ടുള്ള ദുആ ആണ്. 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ ദുആ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ഖൈറിനെ തേടുക. ഏതിലാണോ ഖൈറുള്ളത് അല്ലാഹു അതിലേക്ക് നമ്മെ എത്തിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക്, അല്ലാഹുവേ നിന്റെ അറിവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ഖൈറായതിനെ ചോദിക്കുകയാണ്. വസ്തഖ്ദിറുക ബിഖുദ്റതിക്, നിന്റെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ കഴിവിനെ ചോദിക്കുകയാണ്. വസ്അലുക മിൻ ഫദ്ലികൽ അദീം, നിന്റെ മഹത്തായിട്ടുള്ള ഔദാര്യത്തെ ഞാൻ ചോദിക്കുകയാണ്. അത് അതിന്റെ ആദ്യത്തെ ഭാഗം.
എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു ഫഹാദാ തവക്കുലുൻ വ തഫ്വീദുൻ. ഈ ഭാഗം ഉണ്ടല്ലോ അള്ളാഹുവിന്റെ അറിവും കഴിവൊക്കെ മുൻനിർത്തിയിട്ടുള്ളത്, ഇത് തവക്കുലും തഫ്വീദുമാണ്. അള്ളാഹുവിനെ പരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ കാര്യങ്ങൾ ആശ്രയിക്കുന്ന അവസ്ഥ. സുമ്മഖാല, അതിനുശേഷം ആ ദുആന്റെ വാക്കുകളിൽ കാണാം, ഇസ്തിഖാറയുടെ ദുആ അറിയാത്തവർ കാണാതെ പഠിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പഠിപ്പിച്ച ദുആ. فإنك تعلم ولا أعلم وتقدر ولا أقدر وأنت علام الغيوب. നിനക്ക് നീ അറിവുള്ളവനാണ്, എനിക്ക് ഞാൻ അറിയാത്തവനാണ്. നീ കഴിവുള്ളവനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്. وأنت علام الغيوب, നീ എല്ലാ അദൃശ്യങ്ങളും അറിയുന്നവനാണ്. فهذا تبرؤ إلى الله من العلم والحول والقوة. ഈ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കലാണ്. അറിവും കഴിവും ശക്തിയൊക്കെ പരിപൂർണമായി അള്ളാഹുവിനുള്ളൂ എന്നുള്ളത് അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുകയാണ്. وتوسل إليه سبحانه بصفاته التي هي أحب ما توسل إليه بها المتوسلون. അതുപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള തവസ്സുലാണ്. അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്യുന്ന ഏറ്റവും മഹത്തായിട്ടുള്ളത് അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഈ സിഫാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്യാണ്. ثم سأل ربه أن يقضي له ذلك الأمر إن كان فيه مصلحته. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആന്റെ ലഫ്ളിൽ കാണാം, അതിൽ ഖൈർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആജിലൻ വആജിലൻ, ദുനിയാവിലും പരലോകത്തും ഖൈർ ഉണ്ട് എങ്കിൽ അത് വിധിക്കാൻ വേണ്ടി. وأن يصرفه عنه إن كان فيه مضرته عاجلا وآجلا. ഇനി അതിൽ ദോഷമാണുള്ളത്, ദുനിയാവിലും പരലോകത്തിലും ദോഷമാണുള്ളത് എങ്കിൽ അതിൽ നിന്ന് തെറ്റിക്കാനും. فهذا هو حاجته التي سألها. അതാണ് അവൻ ആവശ്യപ്പെട്ടിട്ട് അവൻ എന്തൊരു ആവശ്യമാണോ ആ ചോദിച്ചിട്ടുള്ള കാര്യം അതാണ്. ഫലം യബ്ഖ അലൈഹി ഇല്ല റിദാ ബിമാ യഖ്ദിഹി ലഹു. പിന്നെ ഇത് ചോദിച്ചു, അള്ളാഹുവിന്റെ തവക്കുൽ ചെയ്ത കാര്യങ്ങൾ ചോദിച്ചു, പിന്നെന്താ ബാക്കിയുള്ളത്? എന്താണോ അള്ളാഹു ഇരിക്കുന്നതിൽ തൃപ്തിപ്പെടുക. നമ്മളൊരു കാര്യം നമുക്ക് നല്ല ഇഷ്ടമായി, എന്നിട്ട് നമ്മൾ ഇസ്തിഖാറൊക്കെ സ്കരിഞ്ഞാൽ അള്ളാഹുനോട് ഇസ്തിഖാറൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയാ, എന്നിട്ട് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ ശരിയല്ല. അതുകൊണ്ടാണ് ദുആന്റെ അവസാനത്തിൽ ഫഖാല വഖദുർ ലി അൽ ഖൈറ ഹൈസു കാൻ സുമ്മ റബ്ബിനി ബിഹി. എനിക്ക് ഖൈർ എവിടെയാണോ അതെനിക്ക് വിധിക്കുകയും അതെനിക്ക് തൃപ്തിപ്പെട്ടതാക്കി തരികയും ചെയ്യണമേ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ ദുആന്റെ ആ ഓരോ വാചകങ്ങൾ വന്നിട്ടുള്ള ഓർഡർ ഇപ്പൊ നമ്മൾ പറഞ്ഞ തവക്കുലും തഫ്വീദും അതുപോലെ തന്നെ അവസാനം റിളയും, ആ രണ്ടും, തുടക്കം തവക്കുലും അവസാനം റിളയിലുമാണ് ഈ ദുആ വെച്ചിട്ടുള്ളത്. فقد اشتمل هذا الدعاء على هذه المعارف الإلهية. ഈ ദുആയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത്. വൽ ഹഖായിഖൽ ഈമാനിയ, ഈമാനികമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെ. അല്ലതി ബിൻ ജുംലതിഹാ അത്തവക്കുൽ വത്തഫ്വീദ് ഖബ്ല വുഖൂഇൽ മഖ്ദൂർ. ഈ ദുആയിൽ എന്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്? അള്ളാഹു വിധിക്കുന്ന കാര്യം എന്താണോ അത് സംഭവിക്കുന്നതിന് മുമ്പ് തവക്കുലും തഫ്വീദും, വരിദാ ബഅദഹു, അതിനുശേഷം റിളയും തൃപ്തിയും. വഹുവ സമറത്തു തവക്കുലി വത്തഫ്വീദ്, ഇത് തവക്കുലിന്റെയും തഫ്വീദിന്റെയും വിഭവമാണ്, അതുകൊണ്ടുള്ള നേട്ടമാണ്. വഅലാമത്തു സിഹ്ഹതിഹി, അത് ശരിയാണ് എന്നുള്ളതിന്റെ അടയാളവുമാണ്. ഫഇല്ലം യർദ ബിമാ ഖുദിയ ലഹു, ഒരുവൻ അവന് വിധിക്കപ്പെട്ടതിൽ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ ഫതഫ്വീദുഹു മഅലൂലുൻ ഫാസിദുൻ, അവൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു എന്നുള്ളത്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു എന്നുള്ളത് ഫാസിദായിട്ടുള്ളതാണ്, അത് ശരിയായിട്ടുള്ളതായിട്ടില്ല. അപ്പോ നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ അള്ളാഹു വിധിച്ചതിന്റെ മേലെ നമുക്ക് തൃപ്തി ഉണ്ടാവണം. ഇനി മൻസിലത്തുൽ റിള വരുന്നുണ്ട്, അടുത്തൊരു ബാബു കഴിഞ്ഞാൽ അടുത്ത മൻസിലത്തുൽ റിളയാണ്. അതിൽ എന്താണ് റിള എന്ന് കൂടുതൽ മനസ്സിലാവും. അപ്പൊ അതിൽ തൃപ്തി ഉണ്ടാവണം. അതല്ല എങ്കിൽ നമ്മുടെ തഫ്വീദ്, നമ്മുടെ തവക്കുൽ അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഫബിസ്തിക്മാലി ഹാദിഹി ദറജാത്തി സമാൻ, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഈ 8 ദറജകൾ പൂർത്തീകരിക്കുന്നതിലൂടെ യസ്തക്മിലുൽ അബ്ദു മഖാമ തവക്കുൽ, തവക്കുലിന്റെ മഖാമ് ഒരടിമ പൂർത്തീകരിക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ 8 തവക്കുലിന്റെ മഖാമുകൾ ഉണ്ടല്ലോ, അത് ആ ദർജകൾ ഉണ്ടല്ലോ, അത് പൂർത്തീകരിക്കുന്നതിലൂടെ ഒരടിമ തവക്കുലിന്റെ മഖാം പൂർത്തീകരിക്കുന്നു. വതസ്ബുതു ഖദമുഹു ഫീഹി, ആ തവക്കുലിൽ അവന്റെ കാൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതാണ് തവക്കുൽ. പലപ്പോഴും തവക്കുൽ ചെയ്യണം. നമ്മൾ ഈ ദർസിന്റെ ഈ കിതാബ് ആരംഭിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയിപ്പിക്കുന്ന കിതാബാണിത്. തൗബയെ പറ്റി നമ്മൾ വിശാലമായി പറഞ്ഞു. തൗബ ചെയ്യണം എന്ന് പറയും, പക്ഷെ തൗബ ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ അവസ്ഥ, അങ്ങനെ ഓരോ ബാബുകളിലും അത് വിശാലമായി പറയുന്നുണ്ട്. തവക്കുൽ ശരിയാകണമെങ്കിൽ ഈ 8 അവസ്ഥ, ഈ 8 ദറജ അത് പൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ തവക്കുലിൽ അവന്റെ കാല് ഉറച്ചു നിൽക്കും എന്നിട്ട് പറയുകയാണ് ഇബ്നുൽ ഖയ്യിം പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അവസാനത്തിൽ തവക്കുലിന്റെ അവസാനമായിട്ട് എങ്ങനെയാണ് തവക്കുൽ ശക്തിപ്പെടുക എന്നുള്ളത്. വതവക്കുലു മിൻ അഅമ്മിൽ മഖാമാതി തഅല്ലുഖൻ ബിൽ അസ്മാഇൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു മഖാമ് തവക്കുലാണ്. അഥവാ നമ്മൾ കഴിഞ്ഞ
മഞ്ചിലത്തുകളെല്ലാം പറഞ്ഞല്ലോ, ചില നാമങ്ങൾ ഇന്ന മഞ്ചിലത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന നിലക്കൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന നാമങ്ങളാണ് ഇന്ന മഞ്ചിലത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ തവക്കുൽ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഭൂരിഭാഗം നാമങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് മൊത്തത്തിൽ എന്ന് പറയാം. فإن له تعلقا خاصا بعامة أسماء الأفعال وأسماء الصفات. അള്ളാഹുവിന്റെ നാമങ്ങൾ പ്രവർത്തനത്തെ അറിയിക്കുന്ന നാമങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അറിയിക്കുന്ന നാമങ്ങളാവട്ടെ. അള്ളാഹുവിന്റെ അസ്മാകളിൽ പ്രവർത്തനത്തെ അറിയിക്കുന്നുണ്ട്. ഇപ്പൊ റിസ്ഖ് റസാഖാണ്, റിസ്ഖ് നൽകുന്നവനാണ്, ഖാലിഖാണ്, സൃഷ്ടിക്കുന്നവനാണ്. സിഫാത്തുകൾ, അള്ളാഹു അലീമാണ്, അള്ളാഹുവിന്റെ ഇൽമ് എന്നുള്ള സിഫത്തിനെ അറിയിക്കുന്നു. അള്ളാഹു സമീആണ്, സമഅ എന്നുള്ള സിഫത്തിനെ അറിയിക്കുന്നു. അങ്ങനെ അസ്മാഉൽ അഫ്ആൽ ആവട്ടെ, അസ്മാഉ സിഫാത്ത് ആവട്ടെ, ഇതിനെല്ലാം മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു മഖാമാണ് തവക്കുൽ എന്നുള്ളത്. ഫലഹു തഅല്ലുഖും ബിസ്മിൽ ഗഫാർ. അള്ളാഹുവിന്റെ ഈ തവക്കുൽ എന്നുള്ളത് ബന്ധപ്പെട്ട് കിടക്കുന്ന നാമങ്ങളിൽ ചിലത് ഗഫാർ എന്നുള്ള നാമവുമായിട്ട് ബന്ധമുണ്ട്. വത്തവ്വാബ്, തവ്വാബുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വൽ അഫ്വ്, അഫ്വുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വറഹീം, റഹീമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ നാമങ്ങൾ നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള അസ്മാഉൽ ഹുസ്നയോ മറ്റോ കേട്ടിട്ട് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഓരോ നാമങ്ങളും വിശദീകരിക്കാൻ സമയമില്ല. മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ അതിന്റെ പരിപൂർണത ലഭിക്കുകയുമില്ല. ഇതെല്ലാം പാപങ്ങൾ പുറത്തു കിട്ടുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, കാരുണ്യം ചൊരിയുന്നു എന്നുള്ള അർത്ഥത്തിൽ. വതഅല്ലുഖൻ ബിസ്മിൽ ഫത്താഹ്, ഫത്താഹ് തുറവി നൽകുന്നവൻ. വൽ വഹാബ്, ഔദാര്യങ്ങൾ ചൊരിയുന്നവൻ. വൽ റസാഖ്, വിജയം നൽകുന്നവൻ. വൽ മുഅതി, നൽകുന്നവൻ. വൽ മുഹ്സിൻ, പുണ്യം ചെയ്യുന്നവൻ. വതഅല്ലുഖൻ ബിസ്മിൽ മുഇസ് അൽ മുസിൽ അൽ ഖാഫിദ് അൽ റാഫി അൽ മാനി, അതുപോലെ ഇജ്ജത്ത് നൽകുന്നവൻ, ദില്ലത്ത് നൽകുന്നവൻ, ഉയർത്തുന്നവൻ, താഴ്ത്തുന്നവൻ, തടയുന്നവൻ. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഈ നാമങ്ങളുണ്ടല്ലോ, അസ്മാഉൽ ഹുസ്ന പഠിക്കുമ്പോൾ ആശയങ്ങളുടെ ആഴം നമുക്ക് മനസ്സിലാകും. ഈ നാമങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് തവക്കുൽ. മിൻ ജിഹത്തി തവക്കുലിഹി അലൈഹി ബി ഇദ്ലാലി അഅദാഇ ദീനിഹി വഖഫ്ളിഹിം വമൻഇഹിം അസ്ബാബ അൻ-നുസ്റ. ഒരടിമയുടെ അള്ളാഹുവിന്റെ മേലുള്ള തവക്കിലിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളെ നിന്ദരാക്കുന്നതും അവരെ താഴ്ത്തുന്നതും അവർക്ക് സഹായത്തിന്റെ സാധ്യതകളെ, കാരണങ്ങളെ ഇല്ലാതാക്കുന്നതും. അതുകൊണ്ടാണ് തവക്കുലുമായിട്ട് മുദിൽ, ഖാഫിൽ, റാഫി, മാനി എന്നുള്ള പേരുകളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് മുദിൽ പറഞ്ഞാൽ നിന്ദിക്കുക, ഖാഫിൽ പറഞ്ഞാൽ താഴ്ത്തുക, മാനി പറഞ്ഞാൽ തടയുക എന്നുള്ള ആ അർത്ഥമാണ് ആ നാമങ്ങൾക്കുള്ളത്. തടയുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. ആ നാമങ്ങൾക്ക് എന്താണ് തവക്കുലുമായി ബന്ധം? കാരണം ഒരാൾ അള്ളാഹുല് തവക്കുല് ചെയ്യുമ്പോഴാണ്, ശത്രുക്കളുടെ വിഷയത്തിൽ തവക്കുല് ചെയ്യുമ്പോഴാണ് ആ ശത്രുക്കളെ അള്ളാഹു തആല ഈ നാമങ്ങളിലൂടെ അവരെ നിന്ദരാക്കുന്നതും അവർക്കുള്ള സഹായങ്ങൾക്ക് തടയുന്നതൊക്കെ. വതഅല്ലുഖൻ ബിഅസ്മാഇൽ ഖുദ്റതി വൽ ഇറാദ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കഴിവ്, ഉദ്ദേശം എന്നുപോലുള്ള സിഫത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാമങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട്. വലഹു തഅല്ലുഖുൻ ആമുൻ ബിജമീഇൽ അസ്മാഇൽ ഹുസ്ന, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളുമായിട്ട് പൊതുവായിട്ടുള്ള ഒരു ബന്ധമുള്ള മഖാമാണ് തവക്കുൽ. ولهذا فسره من فسره من الأئمة بأنه المعرفة بالله. അതുകൊണ്ടാണ് ഈ തവക്കുലിനെ തഫ്സീർ ചെയ്ത മുൻഗാമികളിൽ, ഇമാമിങ്ങളിൽ പലരും പറഞ്ഞത് തവക്കുൽ എന്ന് പറഞ്ഞാൽ അൽ മഅരിഫതു ബില്ലാഹ്, അള്ളാഹുവിനെ അറിയലാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, എങ്ങനെ തവക്കുൽ ശക്തിപ്പെടുത്തുക, എങ്ങനെയാണ് തവക്കുൽ ഉണ്ടാവുക? അവരോടൊക്കെ നമ്മൾ പണ്ടേ പറയാറുള്ള കാര്യങ്ങൾ, അസ്മാഉൽ ഹുസ്ന പഠിക്കും, അള്ളാഹുവിനെ പറ്റി പഠിക്കും. അള്ളാഹുവിനെ അറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തവക്കുൽ കൂടും. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് തവക്കുൽ ഉണ്ടാകാത്തത്. അള്ളാഹുവിനെ അറിഞ്ഞാൽ തവക്കുൽ ഉണ്ടാകും. അപ്പൊ തവക്കുലിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അൽ മഅരിഫതു ബില്ലാഹ്. വഇന്നമാ അറാദ അന്നഹു ബിഹസബി മഅരിഫത്തിൽ അബ്ദ്. ഈ ഇമാമിയങ്ങൾ, സലഫുകൾ ഈ മഅരിഫത്തു ബില്ലാഹ് ആണ് തവക്കുൽ എന്ന് പറയുമ്പോൾ അതിന്റെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അന്നഹു ബിഹസബി മഅരിഫത്തിൽ അബ്ദി, ഒരടിമക്ക് എത്രത്തോളമാണോ അള്ളാഹുവിനെ അറിയുന്നത് അതിന്റെ അളവനുസരിച്ചാണ് യസിഹു ലഹു മഖാമു തവക്കുൽ, അവന്റെ തവക്കുൽ ശരിയാവുക. വകുല്ലമാ കാന ബില്ലാഹി അറഫ് കാന തവക്കുലുഹു അലൈഹി അഖ്വാ. ഒരാൾ എത്രത്തോളമാണോ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവനാകുന്നത് അത്രത്തോളം അവന്റെ തവക്കുൽ ശക്തിപ്പെടുകയും ചെയ്യും. ഇനി അവസാനത്തെ ഒരു മസ്അല തവക്കുലുമായി ബന്ധപ്പെട്ട് ഖാസായിട്ട് ഖവാസിയങ്ങളുടെ അഥവാ തവക്കുലിന്റെ ഏറ്റവും പരിപൂർണമായ ഒരവസ്ഥ, തഹ്ഖീഖു കമാലി തവക്കുൽ, തൗഹീദിന്റെ കമാലിയത്ത് തഹ്ഖീഖ് ചെയ്യുന്നതിൽപ്പെട്ട കാര്യമാണ്. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം ഇത് അവസാനിപ്പിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, വമിന തവക്കുലി ഇസ്ഖാത്തു തലബ്, തവക്കുലിൽ പെട്ടതാണ് മറ്റൊരാളോട് ചോദിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. മറ്റൊരാളോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് ഒഴിവാക്കുക എന്നുള്ളത് തവക്കുലിൽ പെട്ട കാര്യമാണ്. തവക്കുലിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ്.
മിനൽ ഖൽഖി ലാ മിനൽ ഹഖ്. ആരോട് ചോദിക്കുന്നത്? സൃഷ്ടികളോട്, ഹക്കിനോടല്ല. ഹക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനോട് ചോദിക്കുന്നതല്ല. സൃഷ്ടികളോട് ചോദിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് തവക്കുലിൽ പെട്ടതാണ്. ഫലാ യത്ലുബു മിൻ അഹദിൻ ഷൈഅൻ. ഒരാളോടും അവൻ എന്ത് ചെയ്യരുത്? ചോദിക്കരുത്. ഒരു സൃഷ്ടിയോടും ഒരു കാര്യവും ചോദിക്കരുത്. ഫൈന തലബ മിനൽ ഖൽഖി ഫിൽ അസ്ലി മഹ്ദൂർ. ചോദിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്രത്യേകിച്ചും സമ്പത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പണം, യാചന, അതുപോലുള്ള കാര്യങ്ങൾ, അതാണ് ഉദ്ദേശം. അതല്ലാതെയും ഒരാളോട് ഏത് നിലക്കും ഒരു ആവശ്യക്കാരനാകുന്ന എല്ലാ അവസ്ഥയും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഫൈന തലബ മിനൽ ഖൽഖി ഫിൽ അസ്ലി മഹ്ദൂറുൻ. സൃഷ്ടികളോട് ചോദിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് മഹ്ദൂറാണ്. മഹ്ദൂർ എന്ന് പറഞ്ഞാൽ ഹറാമാണ്, നിഷിദ്ധമാണ്. വഗായതുഹു, അതിന്റെ ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യുബാഹലു ബറൂറ, അത് അനുവദനീയമാകും. ഏത് സമയത്ത്? ബറൂറത്തിന്റെ സമയത്ത്. ഇബാഹത്തിൽ മൈത്തത്തിൽ മുത്തർ, അഥവാ പിന്നെ പട്ടിണി കടന്നൊന്നും തിന്നാനില്ലാത്ത ഒരുവന്റെ മേലെ ശവം തിന്നൽ അനുവദിയാകുന്നത് പോലെ ഒരു ഗതിയില്ലാത്ത ഒരാളുടെ മേലെ മാത്രമേ എന്താവുകയുള്ളൂ? യാചന അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കലൊക്കെ അനുവദനീയാവുള്ളൂ. ചോദിക്കാം. ഒരാൾക്ക് അവന് ഒരു മുസീബത്ത് ബാധിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ബാധിച്ചു, മാരകമായ രോഗം ബാധിച്ചു, ചികിത്സിക്കാൻ പണമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം അങ്ങേയറ്റം വന്നു, അങ്ങനെയുള്ളവരോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്ത ഹദീസുകൾ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ അത് റൂറത്തായതുകൊണ്ടാണ്. അതല്ലാതെ മറ്റൊരാളോട് യാചിക്കുക, ചോദിക്കുക, മറ്റൊരാളിലേക്ക് ആവശ്യക്കാരാവുക എന്നുള്ളത് ഒഴിവാകേണ്ടതാണ്. അത് തവക്കുലിൽപ്പെട്ട കാര്യമല്ല. തവക്കുലിന്റെ ഉന്നതമായ അവസ്ഥയിൽ അത് ആരെങ്കിലും ചെയ്തതിന്റെ പേരിൽ അവന് തവക്കുലേ ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. തവക്കുലിൽ പെട്ടതാണത്, അതിന്റെ പരിപൂർണതയിൽ പെട്ടതാണത്. വനസ്സ അഹ്മദു അലാ അന്നഹു ലാ യജിബ് വകദാലിക കാന ശൈഖുനാ യുഷീറു ഇലാ അന്നഹു ലാ യജിബു ത്വലബ് വസ്സുആൽ. ഇമാം അഹ്മദ് അഭിപ്രായപ്പെട്ടത് കാണാം, അത് നിർബന്ധമല്ല, ചോദിക്കൽ നിർബന്ധമല്ല, അത് അനുവദനീയമാണ് എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ചോദിക്കുക എന്നുള്ളത് നിർബന്ധമല്ല എന്നുള്ളത് അഭിപ്രായപ്പെട്ടത് കാണാം. ചർച്ചയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്ത ചില ഹദീസുകളുണ്ട്. ആ സമയത്ത് ചോദിക്കാവുന്നതാണ്, പക്ഷെ നിർബന്ധമല്ല എന്ന് ഇമാം അഹ്മദ്, ഇബ്നു തൈമിയ്യ പോലെയുള്ളവർ പറഞ്ഞിട്ട്. ഇമാം അഹ്മദ് ഒക്കെ അഭിപ്രായത്തിൽ വളരെ ശക്തമായി നിന്നിട്ടുള്ള ആളാണ്. വസമിഅതുഹു യഖൂൽ ഫി സുആൽ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ഒരു ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് ഇങ്ങനെ ആളുകളോട് ആവശ്യപ്പെടുക, ആളുകളോട് ചോദിക്കുക എന്നുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇബ്നു ഖയ്യിം പറയാണ്. ദുൽമുൻ ഫി ഹഖ് റുബൂബിയ്യ. മറ്റൊരാളോട് യാചിക്കുക, മറ്റൊരാളിലേക്ക് ആവശ്യക്കാരനാവുക എന്നുള്ളത് റുബൂബിയത്തിലുള്ള ദുൽമാണ്, റുബൂബിയത്തിന് കാണിക്കേണ്ട ഹക്കിലുള്ള ദുൽമാണ്. വദുൽമുൻ ഫി ഹഖിൽ ഖൽഖ്. സൃഷ്ടികളോടുള്ള വിട്ടുകൊടുക്കേണ്ട അവകാശങ്ങളുള്ള ദുൽമാണ്. വദുൽമുൻ ഫി ഹഖിൻ നഫ്സ്. സ്വന്തത്തിനോടുള്ള ഹക്ക് വീട്ടുന്നതിലുള്ള ദുൽമാണ്. അതായത് അള്ളാഹുവിന്റെ റുബൂബിയത്തിനോടുള്ള ഹക്ക് വീട്ടുന്നതിലുള്ള ദുൽമാണ്, സൃഷ്ടികളോടുള്ള ഹക്ക് വീട്ടുന്നതിലും ദുൽമാണ്, സ്വന്തത്തിനോടുള്ള ഹക്ക് വീട്ടുന്നതിലും ദുൽമാണ് എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞത് കാണാം. അമ്മാ ഫി ഹഖ് റുബൂബിയ്യ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹഖ് റുബൂബിയത്തിൽ, റുബൂബിയത്തിന്റെ ഹക്കൽ ദുൽമാണെന്ന് പറയാനുള്ള കാരണം ഫലിമാ ഫീഹി മിന ദുല്ലി ലിഗൈരില്ലാ. കാരണം മറ്റൊരാളിലേക്ക് യാചിക്കുക, ആവശ്യപ്പെടുക, മറ്റൊരാളെ ആശ്രയിക്കുക, ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് ദുൽ, ഒരു താഴ്മ, ഒരു നിന്ദ്യത കാണിക്കുന്ന അവസ്ഥയാണ്. സൃഷ്ടാവിന്റെ മുമ്പിലല്ലാതെ മുഖത്തിലെ നീരൊലിപ്പിക്കുന്ന, അഥവാ പിന്നെ ആ ഒരു ദാരിദ്ര്യം കാണിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, പിന്നെ മറ്റുള്ളവരുടെ ആവശ്യക്കാരാകുന്ന ഒരു അവസ്ഥ. ഇത് പറഞ്ഞു നിർബന്ധിത അവസ്ഥയിലാകുന്ന ആളുകളെ സംബന്ധിച്ചിട്ടല്ല ഇത് പറയുന്നത്. അതല്ലാതെ തന്നെ ആളുകളെ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് നിൽക്കുന്ന ചില ആളുകളെ കാണാം, അല്ലെങ്കിൽ ആളുകളോട് ചോദിക്കുന്നതിൽ ഒരു മടിയില്ലാതെ ജീവിക്കുന്ന ആളുകളെ കാണാം. അങ്ങനെയുള്ളത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്? അവനവന്റെ മുഖത്തെ നിന്ദ്യമാക്കുന്ന, അവന്റെ മുഖത്തെ നീരൊലിപ്പിക്കുന്ന അവസ്ഥയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം സൃഷ്ടികളോട് ചോദിക്കുകയാണ്. അതാണ് ഹഖ്ഖു റുബൂബിയത്തിലെ കുഴപ്പം. ദുൽമ് വമ്മാ ഫി ഹഖ്ഖിൻ നാസ്. ജനങ്ങളോടുള്ള ഹഖ്ഖുള്ള ദുൽമ് എന്ന് പറഞ്ഞാലോ ഫബി മുനാസഅതിഹിം മാ ഫി ഐദീഹിം ബിസുആൽ. കാരണം അവരുടെ കയ്യിലുള്ളതിനോട് ചോദിക്കുന്നത് വഴി അവരോട് എതിരാവുകയാണ്. അവരുടെ കയ്യിലുള്ള കാര്യമാണല്ലോ, അവരുടെ പണമാണ് ചോദിക്കുന്നത്, അല്ല അവരുടെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനോട് എതിരാവലാണ്. വസ്തിഖ്റാജിഹി മിൻഹും. അത് അവരത് പുറത്തേക്ക് എടുക്കണം. അഥവാ ഒരാളോട് നമ്മൾ വേറൊരാൾ പോയിട്ട് വേറെ പണമുള്ള ഒരാളോട് എന്ത് ചോദിക്കുകയാണ്? അയാളുടെ സമ്പത്ത് ചോദിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ യാചിക്കാന്ന് വിചാരിക്കുക.
അപ്പൊ യഥാർത്ഥത്തിൽ ആ സൃഷ്ടികളോടും ദുൽമ എന്ന് പറയാനുള്ള കാരണം അവരുടെ കയ്യിലുള്ള ഒരു കാര്യത്തെ പുറത്തെടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയാണ്. വഅബ്ഗദുമാ ഇലൈഹിം മയസ്അലുഹും, കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള വെറുപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കുന്ന ആളുകളായിരിക്കും. വഹബ്ബുമാ ഇലൈഹിം മൻ ലാ യസ്അലുഹും, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അവരോട് ചോദിക്കാത്ത ആളുകളായിരിക്കും. അതായത് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഫൈന അംവാലഹും മഹ്ബൂബാത്തുഹും, കാരണം അവരുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. വമൻ സഅലക മഹ്ബൂബക ഫഖദ് തഅറള ലിമഖ്തിക വബുഗ്ദിക, നിന്റെ ഇഷ്ടമുള്ള ഒരു കാര്യം, നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിന്നോട് ചോദിക്കുന്ന ഒരാളോട് സ്വാഭാവികമായിട്ടും നിനക്ക് വെറുപ്പും കോപമൊക്കെ ഉണ്ടാവും. അപ്പൊ സൃഷ്ടികളോടുള്ള ഹക്ക്, കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവരുടെ സമ്പത്ത് കാര്യങ്ങളൊക്കെ. അത് വേറൊരാൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന ആളോട് അവർക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാവും, കാരണം അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അവരിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പോ സൃഷ്ടികളോടുള്ള ഹക്കുൽ ഉൽമ് അതാണ് ഉദ്ദേശം. വഅമ്മാ ദുൽമു സാഇലി നഫ്സഹു, ഇനി സ്വന്തത്തിനോടുള്ള ഉൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസു ഇംതഹനഹ, കാരണം അവനവനെ നിന്ദിക്കുകയാണ്, അവനവന്റെ സ്വന്തത്തെ നിന്ദിക്കുകയാണ്. വഖാമഹ ഫി മഖാമി ദുല്ലി സുആൽ, അവൻ ആ മറ്റൊരാളോട് യാചിക്കുന്ന, ആവശ്യക്കാരനാകുന്ന, ചോദിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തിത്തീരുകയാണ്. വറദിലഹ ബിദുല്ലി ത്വലബി മിമ്മൻ ഹുവ മിസ്ലുഹു, അവൻ അവനെ പോലെ തന്നെയുള്ള മറ്റൊരാളോട്, അഥവാ മറ്റൊരു മനുഷ്യനോട്, മറ്റൊരു സൃഷ്ടിയോട്, ഭക്ഷണം കഴിക്കുന്ന, മലമൂത്ര വിസർജനം നടത്തുന്ന മറ്റൊരു സൃഷ്ടിയോട് അവന്റെ ആവശ്യം നിന്ദിതയോടുകൂടി ചോദിക്കുകയാണ്. ചിലപ്പോ ചോദിക്കപ്പെട്ടവനേക്കാൾ സ്ഥാനം കൊണ്ട് മറ്റെല്ലാം ഉന്നതിയിലുള്ളത് ഇവനായിരിക്കും. ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ ദീനിയായിട്ട് അറിവുള്ള ഒരാൾ ചിലപ്പോൾ ദാരിദ്ര്യം കഷ്ടപ്പാടുമായിരിക്കും, അല്ലെങ്കിൽ ആ നിലക്ക് വേറെ എന്തെങ്കിലും നിലക്കൊക്കെ ഗുണങ്ങൾ മറ്റേ ആളേക്കാൾ ഉണ്ടാവും. പക്ഷെ മറ്റേ ആൾക്ക് ഇവനേക്കാൾ സമ്പത്തോ മറ്റോ കാര്യം ഉണ്ടാവും. പക്ഷെ അവനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവന് അയാളേക്കാൾ, ചോദിക്കുന്നവന് അയാളേക്കാൾ പല രീതിയിലും സ്ഥാനം ഉണ്ടാവും. പക്ഷെ എന്നാലും അയാളുടെ മുമ്പിൽ താഴ്ന്നു പോകുന്ന അവസ്ഥ, അതാണ് സ്വന്തത്തിനോടുള്ള ഉൽമു എന്ന് പറഞ്ഞാൽ. ഫസുആലുൽ മഖ്ലൂഖ് ലിൽ മഖ്ലൂഖ് സുആലുൽ ഫഖീർ ലിൽ ഫഖീർ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ദരിദ്രൻ മറ്റൊരു ദരിദ്രനോട് ചോദിക്കുന്ന പോലെയാണ്. കാരണം ഭൗതികമായി സമ്പത്തുള്ളവന് നൽകിയത് അള്ളാഹുവാണ്, അവൻ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അപ്പൊ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് ചോദിക്കൽ ഒരു ദരിദ്രൻ മറ്റൊരു ദരിദ്രനോട് ചോദിക്കുന്ന പോലെയാണ്. വറബ്ബു തആല കുല്ലമാ സഅൽതഹു കറുംത അലൈഹി, എന്നാൽ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴെല്ലാം നീ ചോദിക്കുന്നുവോ എപ്പോഴെല്ലാം അള്ളാഹു നിന്നെ ആദരിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ള ഇജ്ജത്താണ്, സൃഷ്ടിയോട് ചോദിക്കാതെ ദില്ലത്താണ്. അള്ളാഹുവിനോട് ഒരാൾ ചോദിക്കുന്നു അത് ഇജ്ജത്താണ്, അപ്പൊ അള്ളാഹു ആദരിക്കും. വറളിയ അൻക, നിന്നെ അള്ളാഹു തൃപ്തിപ്പെടും. വഹബ്ബക, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വൽ മഖ്ലൂഖു കുല്ലമാ സഅൽതഹു, സൃഷ്ടികളോട് നീ എപ്പോഴൊക്കെ ചോദിച്ചോ ഹുൻത അലൈഹി, നിനക്ക് നിന്ദന ഉണ്ടാവുക, അവന്റെ മുമ്പിൽ നീ നിന്ദനാവും. വബഗലക വഖലാക, അല്ലാഹു അവർക്ക് നിന്നോടൊരു വെറുപ്പ് ഇഷ്ടക്കേട് ഉണ്ടാവും, നിന്നെ അവർ കൈവിടും. കമാ ഖീല, ഏതുപോലെ അല്ലാഹു യഗ്ബബു ഇൻ തറക്ത സുആലഹു, നീ ചോദിക്കാതിരുന്നാൽ അല്ലാഹു നിന്നോട് കോപിക്കുന്നു. വബുനയ്യു ആദം ഹീന യുസ്അലു യഗ്ബബു, എന്നാൽ ആദം സന്തതികളോ മനുഷ്യരോ അവർ ചോദിക്കപ്പെടുമ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. വഖബീഹ ബിൽ അബ്ദിൽ മുരീദ് അൻ യതഅറള ലിസുആലിൽ അബീദ് വഹുവ യജിദു ഇൻദ മൗലാഹു കുല്ലമാ യുരീദ്, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു രീതിയിലാണ്, മനോഹരമായ രീതിയിൽ എഴുതിയിട്ടുള്ളത്. വഖബീഹുൽ അബ്ദി ബിൽ മുരീദ്, അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുലേക്ക് മുന്നിടുന്ന, അള്ളാഹുവിനെ കീഴൊതുങ്ങുന്ന, അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം മോശമായ ഒരു കാര്യമാണ് അയ്യതഅറള ലിസുആലിൽ അബീദ്, സൃഷ്ടികളോട് ചോദിക്കുക എന്നുള്ളത്. വഹുവ യജിദു ഇൻദ മൗലാഹു കുല്ലമാ യുരീദ്, അവന്റെ യജമാനന്റെ അടുക്കൽ അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ കിട്ടും, എന്നിട്ടും സൃഷ്ടികളിലേക്ക് പോവുക എന്നുള്ളത് മോശമായിട്ടുള്ള, അവന് വളരെ ഖബീഹായിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ ആയി പോകുന്നത് അല്ലാഹുവിലുള്ള തവക്കുൽ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. വഫീ സഹീഹ് മുസ്ലിമിൻ അൻ ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ, ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഔ 8, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഞങ്ങൾ 9 or 8 ആളുകൾ ഉണ്ടായിരുന്നു. ഔ 7, അത് 7. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, അലാ തുബായിഊന റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ? വകുന്ന ഹദീസി അഹ്ദിൻ ബിബൈഅത്തിൻ, ഞങ്ങൾ അടുത്ത് ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഫഖുൽന, ഞങ്ങൾ ചോദിച്ചു, ഖദ് ബായഅനാക യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങൾ ഇപ്പോൾ ബൈഅത്ത് ചെയ്തിട്ടേ ഉള്ളൂ, കുറച്ചായിട്ടുള്ള ബൈഅത്ത് ചെയ്തിട്ട്.
ثم قال ألا تبايعون رسول الله വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നില്ലേ فبسطنا أيدينا وقلنا ഞങ്ങളുടെ കൈ നീട്ടിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു قد بايعناك يا رسول الله റസൂലേ ഇതാ ഞങ്ങൾ ബൈഅത്ത് ചെയ്തതാണ് ഞങ്ങൾ فعلى ما نبايعك ഇനി എന്തിന്റെ മേലാണ് ബൈഅത്ത് ചെയ്യേണ്ടത് കൈ പിടിച്ചിട്ടാണ് പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ വ്യത്യാസം വീണ്ടും ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇനി എന്തിന്റെ മേലാണ് ചെയ്യേണ്ടത് فقال അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവരോട് ബൈഅത്ത് വാങ്ങുകയാണ് അൻതഅബുദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ വലാ തുശ്രികൂ ബി ഷൈഅ അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് വസ്സലവാത്തിൽ ഖംസ് നിങ്ങൾ 5 വഖ്ത് നിസ്കരിക്കണം അങ്ങനെ കുറച്ച് പറഞ്ഞിട്ട് വഅസറ കലിമതൻ ഖഫിയതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ശബ്ദം കുറച്ചിട്ട് ഒന്ന് ഗൗരവത്തിലായിക്കൊണ്ട് പറഞ്ഞു വലാ തസ്അലുന്നാസ ഷൈഅൻ നിങ്ങൾ ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ പറയുകയാണ് റളിയല്ലാഹു അൻഹു പറയാണ് ഖാല വലഖദ് റഅയ്തു ബഅദ ഉലൈക അൻ-നഫർ ആ കൂട്ടത്തിൽ 7 8 9 എണ്ണത്തിലുണ്ടായിരുന്ന ആ കൂട്ടത്തിലെ ചില ആളുകളെ ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട് യസ്ഖുതു സൗതു അഹദിഹിം അവരിൽ ഒരാളുടെ ചാട്ട കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ ഒരു ചാട്ടയായി ഉപയോഗിക്കുന്ന വടി അത് താഴെ വീണ് കഴിഞ്ഞാൽ ഫമാ യസ്അലു അഹദൻ അയ്യുനാവിലഹു ഇയ്യാഹ് അത് എടുത്തു തരാൻ പോലും വേറൊരാളോട് പറയാത്ത അവസ്ഥയിൽ അവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു പറയാണ് ഇത് തവക്കുലിന്റെ ഉന്നതമായ ഒരു അവസ്ഥയാണ് ഉന്നതമായ ദർജയാണ് അപ്പോൾ ഓരോ ദർജകളും ഇതിൽ പറയുകയുണ്ടായി തവക്കുലിനെ പറ്റി മനോഹരമായിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ വിശദീകരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് നൽകിയിട്ടുണ്ട് മദാരിജുസ് സാലിക്കീനിൽ ഇതിന്റെ യഥാർത്ഥ കിതാബിൽ ഇതിനേക്കാൾ കൂടുതലുണ്ട് ഇത് വളരെ അതിന്റെ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇക്സീറിൽ കൊടുത്തിട്ടുള്ളത് അല്ലാഹു തആല യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين